الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنك ميت وإنهم ميتون. സഹോദരി സഹോദരന്മാർ, ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം സ്വാഗത ഭാഷണത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് നേരെ ചൊവ്വേ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ക്ലാസ് കഴിഞ്ഞിട്ട് സംശയങ്ങൾ തീർക്കലാകും നല്ലതെന്ന് തോന്നും. എന്നാൽ ക്ലാസിന്റെ ഇടയിലാണെങ്കിൽ അത്യാവശ്യം വരികയാണെങ്കിൽ അങ്ങനെയുമാവും. കാരണം ഇത് സാധാരണ മറ്റ് ക്ലാസ്സുകൾ പോലെയല്ല. മുഹമ്മദ് നബിയെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്. മുഹമ്മദ് നബിയോട് പറയുന്നു, ലോകത്തുള്ള എല്ലാവർക്കും അതിനുള്ള കൽപ്പന ബാധകമാണ്. പരിശുദ്ധ ഖുർആൻ, ഇന്നക മയ്യിത്തുൻ, നബിയെ താങ്കൾ മയ്യിത്താണ്. താങ്കൾക്ക് നിശ്ചയിക്കപ്പെട്ട അവധി കഴിഞ്ഞാൽ താങ്കൾ ജീവൻ നഷ്ടപ്പെട്ട ഡെഡ് ബോഡിയാവും. ഇന്നഹും മയ്യിത്തൂൻ, ഭൂലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും മയ്യിത്തുകൾ ആകും. നമുക്ക് മുമ്പ് ഒരുപാട് ആളുകൾ ജീവിച്ചു. അവർക്ക് അല്ലാഹു നിശ്ചയിച്ച സമയം തീർന്നപ്പോൾ അവർ മരണമടഞ്ഞു പോയി. നമുക്ക് അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട് ഒരു സമയം. നമുക്കറിയില്ല ഏത് സ്ഥലത്ത് ഏത് സമയത്ത് മരണം പിടിപെടുമെന്ന് അറിയില്ല. ആ ടൈമെത്തുമ്പോൾ അതിൽ പിഴവ് സംഭവിക്കുകയില്ല. ആള് മാറുന്ന പ്രശ്നമില്ല. ഇപ്പൊ നമ്മൾ മരിക്കും. മരണത്തോടു കൂടിയാണ് പരലോക ജീവിതം തുടങ്ങുന്നത്. അതാണ് യഥാർത്ഥ ജീവിതം. അവിടെ സ്വർഗം ലഭിക്കലാണ് യഥാർത്ഥ വിജയം. ഫൗസുൽ അദീം, ഖുർആൻ പല സ്ഥലങ്ങളിൽ പറഞ്ഞതാണ്. അവിടെ സ്വർഗം കിട്ടാൻ ആവശ്യമായ രീതിയിലുള്ള കാര്യങ്ങൾ ശേഖരിക്കുവാനാണ് ഇഹലോക ജീവിതം അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോ പരലോകത്ത് സ്വർഗം ലഭിക്കുവാനുള്ള ഒരു ജീവിതമാണ് ഒരു സത്യവിശ്വാസിയിൽ നിന്ന് ഉണ്ടാവേണ്ടത്. മരണം പിടിപെടും. മരണം സംഭവിക്കുന്നത് നമ്മളെക്കാൾ ശക്തരായ ധനാഢ്യരായ ഒരുപാട് രാജാക്കന്മാരും പ്രമാണിമാരും വലിയ വലിയ നേതാക്കന്മാരും ഒക്കെ ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ട്. അവരൊക്കെ സമയമായപ്പോൾ അല്ലാഹു പിടിച്ചിട്ടുണ്ട്.
മരണത്തിന് കീഴ്നിന്നാത്ത ആരും തന്നെ ഉണ്ടായിട്ടില്ല. അള്ളാഹു മാത്രമാണ് മരിക്കാത്തവൻ. സൃഷ്ടികളൊക്കെ മരിക്കും. നിശ്ചയിക്കപ്പെട്ട സമയമാകുമ്പോൾ അവരുടെ റൂഹിനെ പിടിക്കുക തന്നെ ചെയ്യും. അയ്നമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. ഭദ്രമാക്കപ്പെട്ട കോട്ടയ്ക്കുള്ളിലാണെങ്കിലും മലക്കുൽ മൗത്ത് അവിടെ വന്ന് ജീവനെ പിടിക്കുക തന്നെ ചെയ്യും. എവിടെയാലും കരയിലാകട്ടെ, കടലിലാകട്ടെ, വായുവിലാകട്ടെ, ഭൂഗർത്തത്തിന്റെ ഉള്ളിലാവട്ടെ, എവിടെയാകട്ടെ, പണക്കാരനാകട്ടെ, പാവപ്പെട്ടവനാകട്ടെ, ശക്തനാകട്ടെ, ആരോഗ്യമില്ലാത്തവനാകട്ടെ, രോഗിയാകട്ടെ, ഏതൊരുത്തനാവട്ടെ, അള്ളാഹു നിശ്ചയിക്കപ്പെട്ട സമയമെത്തിയാൽ എത്ര ഭദ്രമാക്കപ്പെട്ട സ്ഥലമാണെങ്കിലും മലക്കുൽ മൗത്തിന് വരാൻ ഒരു തടസ്സവും ഉണ്ടാവില്ല. അതിന്റെ പേരിൽ ഒരു സെക്കൻഡ് പോലും നിശ്ചയിക്കപ്പെട്ട സമയത്തിന്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ തെറ്റുന്ന പ്രശ്നവും ഇല്ല. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖിക്കും. നിങ്ങൾ ഇഷ്ടപ്പെടാത്ത, മരിക്കാൻ ആഗ്രഹിക്കുകയില്ല ആളുകൾ അങ്ങനെയാണ്, പ്രത്യേകിച്ച് കുറ്റവാളികൾ. അപ്പൊ മരണം സ്വാഭാവികമായും ആഗ്രഹിക്കുന്നവർ കുറവാണ്. നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ശരി, അതിന്റെ സമയമെത്തുമ്പോൾ അത് നിങ്ങളെ പിടിക്കും. ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ ഈ വിഷയത്തിലുണ്ട്. ചിലപ്പോൾ രോഗിയായിട്ടായിരിക്കാം മരിക്കുന്നത്, ചിലപ്പോൾ ആരോഗ്യത്തോടുകൂടെ നല്ല പ്രായത്തിൽ മരിക്കാം. മരണത്തിന് പ്രായമില്ല. കുട്ടിയെന്നോ യുവാവെന്നോ പ്രായം ചെന്നവനെന്നോ ഒന്നും വ്യത്യാസമില്ല. നമുക്കറിയാലോ, ഗർഭസ്ഥ ശിശു മരിക്കുന്നുണ്ട്, പ്രസവിച്ച ഉടനെ മരിക്കുന്നുണ്ട്, കുട്ടിക്കാലഘട്ടത്തിൽ മരിക്കുന്നവരുണ്ട്, യുവത്വത്തിൽ മരിക്കുന്നവരുണ്ട്, പ്രായം ചെന്നിട്ട് മരിക്കുന്നവരുണ്ട്. അപ്പൊ മരണത്തിന് പ്രത്യേകിച്ചൊരു കാലമില്ല. അള്ളാഹു നിശ്ചയിച്ച സമയമെത്തുമ്പോൾ മരണം സംഭവിക്കും. ഏത് രീതിയിൽ മരിച്ചാലും ഈമാനുള്ളവരായി നമ്മൾ മരിക്കേണ്ടതുണ്ട്. ഇപ്പൊ രോഗിയായിട്ടാണ് മരിക്കുന്നതെന്ന് വെച്ചോ, രോഗിയാകുമ്പോൾ ക്ഷമിക്കണം. എത്ര പക്വതനായ ആളായാലും ചിലപ്പോൾ രോഗം നൽകിക്കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും. നമസ്കാരത്തിലും നോമ്പിലും ദീനി ജീവിതത്തിലുമൊക്കെ വളരെ കൃത്യതയുള്ള ആളാണ്. പക്ഷെ മാരക രോഗങ്ങൾ നൽകിക്കൊണ്ട് അള്ളാഹു ഇഹലോകത്തെ പരീക്ഷിച്ചേക്കാം. ഇവന്റെ തിന്മകളൊക്കെ പുറത്തു കൊടുത്ത് അവനെ നേരെ ചൊവ്വ സ്വർഗത്തിലേക്ക് അയക്കാനായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ അള്ളാഹു പരീക്ഷിക്കും. ഇല്ലെങ്കിൽ ഇവന്റെ ബന്ധുക്കളും കുടുംബങ്ങളും ഇവനെ ശ്രദ്ധിക്കുന്നുണ്ടോ, രോഗിയാകുമ്പോൾ നോക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാനുണ്ട്. ഇല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഗുണപാഠമാകാൻ. കൃത്യമായി എന്തുകൊണ്ടാണ് രോഗം വരുന്നതെന്ന് നമുക്ക് പറയാനാവില്ല. പക്ഷെ രോഗം വന്നാൽ ക്ഷമിക്കാൻ നിർബന്ധമാണ്. രോഗത്തിനെ ചികിത്സിക്കുകയും രോഗം മാറാൻ പ്രാർത്ഥിക്കുകയും രോഗം നൽകിയ അള്ളാഹുവിനെ കുറിച്ച് നല്ല മനസ്സ്, നല്ല അഭിപ്രായം ഉണ്ടാവുകയുമാണ്. രോഗം നൽകുന്നവൻ അള്ളാഹുവാണ്, രോഗം മാറ്റുന്നവനും അള്ളാഹുവാണ്. രോഗങ്ങളെ ഇറക്കിയ അള്ളാഹു രോഗത്തിനോടൊപ്പം മരുന്നുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്. മനുഷ്യർ പല രോഗങ്ങളുടെയും മരുന്ന് കണ്ടെത്തിയിട്ടില്ല എന്നതുകൊണ്ട് മരുന്നില്ല എന്നല്ല, കണ്ടെത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. രോഗം വരുമ്പോൾ ചികിത്സിക്കാനും അള്ളാഹുവിനോട് രോഗം മാറാനായി പ്രാർത്ഥിക്കുവാനാണ് നമ്മോട് പറഞ്ഞത്. രോഗിയെ കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ചികിത്സ കൊടുക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം. രോഗം മാറാനായി റബ്ബിനോട് തേടണം, ക്ഷമിക്കാൻ ഉപദേശിക്കണം. രോഗം നൽകിയതിന്റെ പേരിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചീത്ത ചിന്തകൾ ഒരിക്കലും ഒരു വിശ്വാസിയിൽ ഉണ്ടാകാൻ പാടില്ല. രോഗിയോട് അടുത്ത് വെച്ചും മയ്യത്തിന്റെ അടുത്ത് വെച്ചും നല്ലതല്ലാതെ സന്ദർശിക്കുന്നവൻ പറയാനും പാടില്ല. അതും ദീനിന്റെ നിയമമാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വസിയത്തുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രോഗം കാരണം ചെന്നാല് എന്തൊക്കെയാണ് അവസ്ഥ ചോദിച്ചാൽ കൂടുതൽ സമയം അവിടെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നിൽക്കണം. അവിടെ ചെന്നിട്ടൊരു സൽക്കാരം ഉണ്ടാക്കി സ്വീകരിക്കുന്ന അവസ്ഥ ഉണ്ടാകണം. കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ക്ഷമിക്കാൻ ഉപദേശിച്ച് നമസ്കരിക്കാൻ
ഒരൊകത്ത് നമസ്കാരം പോലും നഷ്ടപ്പെടാം. രോഗം അങ്ങേറ്റം കഠിനമാണെങ്കിൽ ജമാക്കാൻ, റക്അത്തുകളുടെ എണ്ണം കുറക്കാതെ ജമാക്കാൻ ഉപദേശിക്കാം. അപ്പൊ സുബൈക്ക് സമയത്തും ളുഹ്റും അസറും അതിന്റെ രണ്ടിലൊരു സമയത്തും മഗ്രിബും ഇശാവും അതിന്റെ രണ്ടിലൊരു സമയത്തും 3 സമയങ്ങളിലായി 5 10 നമസ്കരിക്കാം. രോഗിക്ക് അത് ചെയ്യാമോ? ശരി. സ്വദേശം വിട്ടിട്ടാണ് ചികിത്സ, അവൻ താമസിക്കുന്ന നാട് വിട്ടിട്ടാണ് ചികിത്സിക്കുന്നതെങ്കിൽ അങ്ങനത്തെ ഹോസ്പിറ്റലിലോ മറ്റോ ആണെങ്കിൽ അവന് ജമ്മു കസറുമാക്കിക്കൊണ്ട് നമസ്കാരം ഓരോത്തും നഷ്ടപ്പെടുത്തരുത്. അത് പ്രത്യേകം നമ്മൾ ഉപദേശിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങാൻ പറഞ്ഞു കൊടുക്കണം. എപ്പോഴൊന്നും മരിക്കാൻ അറിയില്ല. ചിലപ്പോൾ കാണാൻ ചെന്ന ആളായിരിക്കും ആദ്യം മരിക്കണം, രോഗിയെ സന്ദർശിക്കാൻ ചെന്നവനായിരിക്കും ആദ്യം മരിക്കുന്നത്, അറിയില്ല. എന്നാലും തൗബ ചെയ്ത് മടങ്ങണം. ചെറിയ കുട്ടികളൊക്കെ നമ്മുടെ ഇബാദത്തിലൂടെ പുറത്തു കിട്ടും. നമസ്കാരത്തിലൂടെ, നോമ്പിലൂടെ, സക്കാത്തിലൂടെ ചെറിയ കുട്ടികൾ അല്ലാഹു പുറത്തു തരും. എന്നാൽ വൻകുട്ടികൾ പശ്ചാത്തപിച്ചാൽ മാത്രമേ പുറത്തു. ശിർക്ക് നിർത്തിക്കൊണ്ട് പശ്ചാത്തപിച്ചാൽ അത് പുറത്തു കിട്ടും. വ്യഭിചാരം നിർത്തിക്കൊണ്ട് പശ്ചാത്തപിച്ചാൽ അത് പുറത്തു കിട്ടും. നമസ്കാരം ഒഴിവാക്കുന്ന ഒരാളാണെങ്കിൽ നമസ്കാരം തുടങ്ങിക്കൊണ്ട്, ഫർളാക്കപ്പെട്ട നമസ്കാരം ഒഴിവാക്കുന്ന ഒരാളാണെങ്കിൽ അത് തുടങ്ങിക്കൊണ്ട് പശ്ചാത്തപിച്ചാൽ അല്ലാഹു സ്വീകരിക്കും. മറ്റുള്ള മനുഷ്യന്മാരോടുള്ള ബാധ്യതകൾ ഉള്ളതാണെങ്കിൽ മോശം. ഒരാൾ മറ്റൊരാളുടെ ഒരു 10,000 രൂപ മോഷ്ടിച്ചു, ഇനി ഞാൻ ഒരിക്കലും മോഷ്ടിക്കുകയില്ല, അല്ലാഹു എനിക്ക് പുറത്തു തരണമെന്ന് പറഞ്ഞാൽ പുറത്തു കിട്ടും. പിന്നെന്ത് വേണം? ഇയാൾ മോഷ്ടിച്ച സംഖ്യ അയാൾക്ക് തിരിച്ചേൽപ്പിച്ചിട്ട് അല്ലാഹുവിനോട് പശ്ചാത്താപം നടത്തും. ഗീബത്തിലൂടെ, നമീമത്തിലൂടെ മറ്റൊരാളുടെ വ്യക്തിത്വത്തെ ഹനിച്ചു കളഞ്ഞിട്ടുള്ള അത്തരത്തിലുള്ള ആളുകൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അയാളോട് പോയി മാപ്പാക്കാൻ പറയും. ഞാൻ നിങ്ങളെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്വത്ത് അപഹരിച്ചിട്ടുണ്ട്, അപഹരിച്ച സ്വത്ത് പണ്ഡിതന്മാർ പറയുന്നത് കാലോചിതമായി തിരിച്ചു കൊടുക്കണം. 10 രൂപ മോഷിച്ച ഒരാൾ 10 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ കാലത്തിനനുസരിച്ച് സംഖ്യയിലുള്ള മാറ്റം പരിഗണിക്കണം. ഗീബത്ത് പറഞ്ഞത്, നമീമത്ത് പറഞ്ഞത്, ചീത്ത വിളിച്ചതൊക്കെ ആരെയാണോ അവരെ പോയി കണ്ട് മാപ്പാക്കാൻ ആവശ്യപ്പെടണം. സ്വത്ത് തിരിച്ചു കൊടുക്കണം. ഈ പറഞ്ഞ അഭിമാനത്തിന് ഏൽപ്പിച്ച ശതങ്ങൾക്ക് മാപ്പ് പറയണം, മാപ്പ് ആവശ്യപ്പെട്ട് പറയണം. എന്നിട്ട് റബ്ബിനോട് തമാശ. നിങ്ങൾ ആലോചിച്ചു, വേണ്ടാത്തത് ഹറാമുകൾ കണ്ടവരുണ്ട്, കേട്ടവരുണ്ട്, പ്രവർത്തിച്ചവരുണ്ട്, അല്ലേ? പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് എത്ര വേണ്ടാത്ത ഹറാമുകൾ ചെയ്തത്. അള്ളാഹു മാത്രം അറിയുന്നതാണെങ്കിൽ റബ്ബിനോട് പശ്ചാത്തപിച്ചു പറയണം. പടപ്പുകളോട് ബാധ്യതയുണ്ടെങ്കിൽ പടപ്പുകളോട് പറഞ്ഞ് പരിഹരിക്കണം. പരലോകത്ത് അതിനെ സാധിക്കുകയില്ല. നമ്മുടെ സൽക്കർമ്മത്തിൽ നിന്ന് നൽകേണ്ടി വരും. പകരം അവരുടെ ചീത്തകർമ്മങ്ങളാണ് ഇങ്ങോട്ട് കിട്ടുക. എപ്പോഴാണ് സാധാരണ നിലയ്ക്ക് നമ്മൾ മാപ്പാക്കാൻ ആവശ്യപ്പെടൽ? മയ്യത്ത് കെട്ടിൽ നിസ്കരിക്കാൻ വന്നാലാണ്. മയ്യത്ത് നിസ്കരിക്കാൻ കൊണ്ടുവന്ന് വെച്ചാൽ അവിടെയുള്ള ആൾ പറയും, കടമിടപാടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന മക്കളുടെ ഇന്ന ആളുടെ ചുമതലയിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അവരോട് ചോദിച്ച് കിട്ടാനുള്ളതും കൊടുക്കാനുള്ളതും തീർക്കണം. ശരി, അത് റസൂലുള്ള പഠിപ്പിച്ചതാണ്. കടം വലിയ വിഷയം. രക്തസാക്ഷിയാണെങ്കിൽ വരെ സ്വർഗത്തിൽ കടക്കാൻ പറ്റൂല. കടണ്ടെങ്കിൽ സൂക്ഷിച്ചോളം നടത്തില്ല, പേടിക്കണം. ആവശ്യമില്ലാത്ത സംഗതികൾ നടത്തിക്കൊണ്ട പലരും കടക്കാരായത്, അല്ലാതെ ദാരിദ്ര്യം കൊണ്ടല്ല. രോഗം വന്നിട്ട് കടക്കാരായവരുണ്ട്. പക്ഷെ വലിയ വീടുകളും വാഹനങ്ങളും ഒക്കെ വാങ്ങി, കുറെ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി ആഡംബര ജീവിതം നയിച്ച് കടം വാങ്ങി കടത്തിന്റെ ആളുകളായവർ പേടിക്കണം. സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. അപ്പൊ കടത്തിന്റെ കാര്യം പ്രശ്നമാണ്. അത് എഴുതി വെക്കണം, കൊടുക്കാനുള്ളത് കിട്ടാനുള്ളത്. എഴുതി വെക്കാതെ ഉറങ്ങാൻ പാടില്ല. 2 ദിവസം തുടർച്ചയായി ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമുക്ക് കാണാം. അപ്പോ വസിയത്തുകൾ ഉണ്ടെങ്കിൽ ജീവിതകാലത്ത് തന്നെ പറയണം. മക്കൾ നല്ലവരാണെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി. 3-1 കൂടുതൽ വസിയത്ത് പാടില്ല. മക്കളെ കേൾക്കൂലെങ്കിൽ ബന്ധപ്പെട്ട പുറത്തുള്ളവരോട് പറയണം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ജീവിച്ച
കൊടുക്കാം, എൻ്റെ സ്വത്തിന്റെ ഇത്ര ഭാഗം അല്ലെങ്കിൽ എൻ്റെ വരുമാനത്തിന്റെ ഇത്ര, അത് ഫീ സബീലില്ലാഹി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ കൊടുക്കുന്നു. ഞാനത് വസിയത്താക്കിയിട്ടുണ്ട്. വസിയത്തും കടവും കഴിച്ച് ബാക്കിയുള്ളതേ അനന്തരാവകാശികൾക്ക് ഓഹരി ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ വസിയത്ത് എന്തോ ചോദിക്കണം, നിങ്ങൾക്ക് വസിയത്തിന് എന്തെങ്കിലും താല്പര്യമുണ്ടോ? ഒരുപാട് സ്വത്തുള്ള ആളാണല്ലോ, രോഗിയെ കാണാൻ ചെല്ലുന്ന അവസ്ഥയിലുള്ള രോഗമാണെങ്കിൽ സൂചിപ്പിച്ചു കൊടുക്കും. മയ്യിത്ത് കട്ടിൽ വെച്ചിട്ട് കടബാധ്യത ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ചോദ്യോത്തരം നടന്നതായി ഹദീസുകളില്ല. അത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളൊന്ന് കൂട്ടിച്ചേർക്കുന്ന നമ്മളെ വക ശറഈൽ അതിന് രേഖയിൽ നാട്ടു സമ്പ്രദായത്തിനെ പലരും പിൻപറ്റി പോകുന്നതാണെന്ന് തോന്നുന്നു. എന്ത്, ഇയാൾ 60 കൊല്ലം 70 കൊല്ലക്കായി നമ്മുടെ ഇടയിൽ ജീവിച്ച് ഇപ്പോൾ ഇയാൾ മരിച്ച് മയ്യിത്തായി വന്നിരിക്കുന്നു. ഇയാളെ കടബാധ്യത നാലിന് മക്കളെ ഏറ്റിട്ടുണ്ട്. എന്നാൽ വാക്കിലോ പ്രവൃത്തിയിലോ ഇയാളുടെ ജീവിതത്തിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും സഹിക്കാനാവാത്ത നിലയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു കൊടുക്കണം. അത് നിങ്ങളല്ല ചോദിക്കുന്നത്, മയ്യിത്താനിന്റെ മുമ്പ് ചോദിക്കേണ്ട കാര്യമാണ്. പറയും, മയ്യിത്തിന് വേണ്ടി വേറെ ഒരാളാണ് അത് ചോദിക്കേണ്ടത്. ഇങ്ങനെ ഞമ്മക്കും നിങ്ങളും നാളെ മരിക്കൂല, നിങ്ങൾക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരില്ല, അതുകൊണ്ട് നിങ്ങൾ പുറത്തു കൊടുക്കണം. എത്ര വർത്താനത്, ഇതിന് ദീനിന്റെ രേഖയില്ല. പിന്നെ ഇയാൾക്കറിയില്ല ഇയാൾ മരിക്കുന്നത്. നിങ്ങൾ മറ്റൊരാളെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മറ്റൊരാളെ കുറിച്ച് നമീമത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമീമത്തിന്റെ ആളായിട്ടുണ്ടെങ്കിൽ, ആ ജീവിച്ചിരിക്കുന്ന വ്യക്തിയെ നേരിൽ കണ്ട് ചെന്ന് മാപ്പാക്കാൻ ആവശ്യപ്പെടണം. നിങ്ങൾ രോഗിയായി കഴിഞ്ഞാൽ അയാൾക്ക് നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ലെങ്കിൽ അയാളോട് ഇങ്ങോട്ട് വരാൻ പറയണം. ഉപ്പാക്ക് വരാൻ പറ്റായിട്ടാണ്, ജസ്റ്റിന് വരാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങൾ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയണം, ഞാൻ നിന്റെ അഭിമാനം വശമാക്കിയിട്ടുണ്ട്, നിന്നെ കളിയാക്കിയിട്ടുണ്ട്, നിന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്, ഇടിച്ചിട്ടുണ്ട്, പുറത്ത് തരണം. അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ മാപ്പാക്കി മരിക്കുന്നതിന് പകരം ആ കാലഘട്ടത്തിൽ ചെയ്തതൊക്കെ അവിടെ കിടക്കട്ടെ. ഓൻ എന്നെക്കാൾ പ്രായം കമ്മിയാണ്, ഓൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ലല്ലോ, ഞാൻ പുറത്തു കൊടുക്കൂല എന്ന വാശിയിൽ മരിച്ചിട്ട് മയ്യിത്ത് കട്ടിൽ കൊടുന്നു വെച്ചിട്ട് മാറിയവർ ചോദിക്കാം, എന്ത് ഇവൻ ചെയ്തു വെച്ചതൊക്കെ നമുക്ക് നാളെ ഇങ്ങനത്തെ അവസ്ഥ വരുമെന്ന നിലക്ക് നിങ്ങൾ പുറത്തു കൊടുക്കണേ. ഞാൻ കണ്ടിട്ടില്ല തെളിവെന്താണ്. ചെയ്തോ തന്നെ പുറക്കാതെ ചോദിക്കണം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അവൻ തന്നെ മരിക്കുന്നതിന്റെ മുമ്പ് മാപ്പാക്കണം എന്നാണ്. സഹാബത്തിന്റെ ഇടയിൽ പ്രശ്നങ്ങൾ വന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ അവരത് പരിഹരിച്ചിരുന്നു. ഞമ്മളുടെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും നീണ്ടുപോയി. അതിന് ഉത്തരവാദി നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ മയ്യിത്തായ ശേഷം നമുക്ക് വേണ്ടി മറ്റുള്ളവർ ചോദിക്കല്ല വേണ്ടത്. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ, അല്ലെങ്കിൽ രോഗിയായാൽ ഏതായാലും വൈകിക്കൂടെ, പിന്നെ മരണത്തിനുള്ള സാധ്യത ഏറെയാണ്. മാപ്പാക്കാൻ അവരെ വിളിച്ചുകൊണ്ട്, ഫോണിൽ വിളിച്ചുകൊണ്ടാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അടുത്ത് പോയിക്കൊണ്ട് മാപ്പാക്കാൻ ആവശ്യപ്പെടണം. ശരി, ഞാനിതിങ്ങനെ പറഞ്ഞത് എല്ലാ മയ്യിത്ത് കൊണ്ടുവന്ന് നോക്കുമ്പോൾ ഇങ്ങനെ പറയാനുണ്ട്. നമ്മൾ പറയാനില്ല, നമ്മുടെ വായനയിൽ ആൾക്കാൾ നല്ലത് ഞാനീ പറഞ്ഞതാണ്. ഇപ്പറഞ്ഞതിന് രേഖയല്ല, ഈ പറയുന്ന നാട്ടു സമ്പ്രദായത്തിന് രേഖയല്ല. പിന്നെ പറയേണ്ടതില്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. സുന്നത്തിലുള്ളത് ആദ്യം പറഞ്ഞ രീതിയാണ്. അപ്പൊ വസിയത്തുകൾ ഉണ്ടെങ്കിൽ വസിയത്ത് ചെയ്യാൻ പറയണം. കടങ്ങളുണ്ടെങ്കിൽ കൊടുത്തു തീർക്കണം. കഴിയാത്ത പക്ഷം എഴുതി വെക്കണം. കുടുംബത്തിന് അറിയണം. ആത്മാർത്ഥമായി വൻകുറ്റങ്ങൾ പുറത്തു കിട്ടാൻ പശ്ചാത്തപിച്ച് മടങ്ങണം. അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ടിരിക്കണം. ഇതൊക്കെയാണ് രോഗിനെ കാണാൻ ഏതാണ്ട് മരിക്കുന്ന അവസ്ഥയിലേക്കാണ് രോഗം പോകുന്നതെന്ന് അറിഞ്ഞാൽ അയാളെ കാണാൻ ചെല്ലുന്ന ആളുകൾ നല്ല രീതിയിൽ മുമ്പ് ഉപദേശിച്ചു കൊടുക്കേണ്ടത്. ഒരിക്കലും മരണം ആഗ്രഹിക്കരുത് എന്നാണ് ശരീരത്ത് പറയുന്നത്. മരണത്തെ പേടിക്കരുത്. അള്ളാഹു കൽപ്പിച്ചൊരു സമയത്തെ മരിക്കണല്ലോ എന്ന ബോധത്തോടെ നന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ, അതാണ് ശരീരത്തിന്റെ ആവശ്യം. മരിക്കണമെന്ന് എത്ര വലിയ രോഗം പിടിപെട്ടാലും ഒരാൾ ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കാരണം രോഗത്തിലൂടെ പാപങ്ങൾ പുറത്തു കിട്ടുന്നു, ഒരുപാട് നന്മകൾ അള്ളാഹു അതിലൂടെ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് വളരെ കുടുങ്ങിപ്പോയാണ്, വല്ലാത്ത വേദന, ശരീരം മുഴുവൻ വേദന, സഹിക്കാനാവുന്നില്ല, മരുന്നുകൾ ഫലപ്രദമാകുന്നില്ല, ജീവിതം വലിയ പ്രയാസമാകുന്നു.
കിടക്കുകയാണെങ്കിൽ അല്ലാഹുവേ എനിക്ക് മരണമാണ് ഉത്തമമെങ്കിൽ എന്നെ നീ നല്ല രീതിയിൽ ഈമാനോട് കൂടി മൗത്താക്കണേ. അതല്ല എനിക്ക് ജീവിതമാണ് ഹൈറെങ്കിൽ എൻ്റെ രോഗം മാറ്റിക്കൊണ്ട ജീവിതത്തിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവരണമേ. ഇത് അങ്ങേയറ്റം പ്രാർത്ഥിക്കാൻ അവസാനത്തെ ഘട്ടത്തിലാണ് ആ പ്രാർത്ഥന. അല്ലാതെ എന്നെ മരിപ്പിക്കണേ, ഈ ഇടങ്ങാട് മുസീബത്ത് നിന്ന് മരിച്ചു കിട്ടിയാൽ മതി. എന്തെങ്കിലും ചെറിയ പ്രശ്നം വരുമ്പോഴേക്ക് ഇതിനേക്കാളേറെ നല്ലത് മരിക്കലായിരുന്നു. എന്നിട്ട് അവൻ നിരാശനായി ആത്മഹത്യയിലേക്ക് പോവുക. ആത്മഹത്യയിലൂടെ നരകം ചോദിച്ചു വാങ്ങാനാണ്. അതുകൊണ്ട് മരണം ആഗ്രഹിക്കാൻ പാടില്ല. തെറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾക്ക് പശ്ചാത്തപിക്കാനും നന്മകൾ ചെയ്യാനും മരിക്കാതെന്നാലേ പറ്റൂ. നന്മ ചെയ്യുന്ന ആളാണെങ്കിലോ ഇയാൾ നന്മ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾ ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചാൽ നന്മകളൊക്കെ നിന്നു പോകും. എന്തായാലും റസൂലുള്ളാഹി പഠിപ്പിച്ചത് മരണത്തെ കൊതിക്കരുത്. അത്യാവശ്യമാണെങ്കിൽ ഈ പറഞ്ഞ പ്രാർത്ഥന, എനിക്ക് ഏതാണോ ഹൈർ അതെനിക്ക് അറിയില്ല. മരണമാണെങ്കിൽ നല്ല രീതിയിൽ ഈമാനോടെ മൗത്താക്കണം. അതല്ല ജീവിതമാണെന്നുണ്ടെങ്കിൽ എൻ്റെ രോഗശിഫിയാക്കി എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമേ നാഥ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കാൻ ഹദീസിൽ കൃത്യമായ രേഖകളുണ്ട്. ലക്കിനു മുഹ്താഖുൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മൻ കാന ആഖിറു കലാമിഹി മിന ദുനിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വമേധയാ ചൊല്ലണം ഏറ്റവും ഹൈർ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത് പോലെ പിശാച് ഏറ്റവും കൂടുതൽ മരിക്കാൻ പോകുന്ന വ്യക്തിയെ ഹിദായത്തിൽ നിന്ന് തെറ്റിച്ച് ഒലാലത്തിലൂടെ അഥവാ മുസ്ലിം അല്ലാതെ മരിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. അതുകൊണ്ട് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണം. ഇബ്ലീസ് അവരെ പ്രേരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഘട്ടം മരണത്തിന്റെ ഘട്ടം. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. സ്വയം ചൊല്ലാൻ കഴിയണമെന്നില്ല. ആ സമയത്ത് പലർക്കും മറ്റു വിഷമങ്ങൾ കാരണമാകാം. ഈമാനുള്ള ആൾക്ക് തന്നെ ചൊല്ലാൻ കഴിയണം. അപ്പൊ നമ്മൾ ചൊല്ലിക്കൊടുക്കും. തുരുതുരാ ചൊല്ലിക്കൊടുക്കുന്നത് ആക്കത്തിന് ഉപ്പ, ഉമ്മ, സഹോദരൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലണം. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുമ്പോഴൊക്കെ ചൊല്ലണം എന്ന് പറഞ്ഞു. ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് ഒന്നുകൂടി ചൊല്ലിക്കൊടുക്കാൻ നല്ലത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറുക്കുന്ന ആളാണെങ്കിൽ നമ്മൾ ചൊല്ലിക്കൊടുത്താൽ ചിലപ്പോൾ നമ്മെയും അല്ലാഹുവിനെയും വെറുക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ആളാണെങ്കിൽ ചൊല്ലിക്കൊടുക്കരുത്. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനായാൽ സ്വർഗം ഉറപ്പ്. അവസാന വാക്കാതായിരിക്കണം. ശരി, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ ശേഷം മരിക്കാൻ പോകുന്ന ഒരാൾ ഒരു ഗ്ലാസ് വെള്ളം തരും, അല്ലെങ്കിൽ അല്പം വെള്ളം തരും, എനിക്ക് ദാഹം കൊണ്ട് എന്ന രീതിയിൽ എന്തെങ്കിലും ശബ്ദിച്ചു നോക്കുക. വീണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അവസാന വാക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ ശേഷം പിന്നെ ഒരു വാക്ക് ഉണ്ടാകാൻ പാടില്ല. ആ നിലക്ക് ഇടക്കിടക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കാൻ ഹദീസ് മുസ്ലിം വരെ. നെറ്റിതളം ഉയർത്തുകൊണ്ട് മരിക്കൽ നല്ല മരണമാണ്. മൗത്തുൽ മുഅ്മിനി ബി അറഖിൽ ജബീൻ. ദുനിയാവിന് വേണ്ടി കുട്ടികളെ പോറ്റുന്നു, ഭാര്യയെ പോറ്റുന്നു, മക്കളെ പോറ്റുന്നു. അതിൻ്റെ ഇടയിൽ അധ്വാനിക്കുന്നതിൻ്റെ ഇടയിൽ മരണം വരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട ഖുർആനിന്റെയും സുന്നത്തിന്റെയും കൽപ്പന അനുസരിച്ച് ജീവിച്ചിരിക്കുന്നു. ഒരൊക്കത്ത് മുടങ്ങിയിട്ടില്ല. ഒരു പൈസ പോലും സക്കാത്ത് കൊടുക്കാതിരുന്നിട്ടില്ല. റമളാനിൽ കഴിയുന്ന ആരോഗ്യകാലത്തൊക്കെ നോമ്പെടുത്ത് അതാ മരിക്കാൻ പോകുന്നു. പുണ്യമാണ്. നെറ്റിതളം ഉയർത്തിക്കൊണ്ടുള്ള മരണം ഖൈറാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. രക്തസാക്ഷികളായിക്കൊണ്ടുള്ള മരണം ഖൈറാണ്. മാരക രോഗങ്ങൾ പിടിപെട്ടുകൊണ്ടുള്ള മരണത്തിന് രക്തസാക്ഷിയുടെ പദവി ഉണ്ടെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൊറോണ പോലെ, ക്യാൻസർ പോലെ, കിഡ്നി സംബന്ധമായി ഉള്ള രോഗങ്ങൾ, ഇത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ പണ്ഡിതന്മാർ വലിയ രോഗങ്ങളുടെ കൂട്ടത്തിലാണ് എണ്ണിയത്. രണാങ്കണത്തിൽ ശത്രുവിനോട് ഏറ്റുമുട്ടി രക്തസാക്ഷിയാകുന്ന അത്ര കൂലി കിട്ടിയില്ലെങ്കിലും അതിന്റെ അടുത്ത കൂലി കിട്ടുമെന്നതിൽ പണ്ഡിതന്മാർ രക്തസാക്ഷികളുടെ എണ്ണം ആ 5 7 നോക്ക് ഹദീസിൽ വന്നതിൽ വിശദീകരിക്കുന്നത് അങ്ങനെയാണ്. ബിൽഡിംഗ് ഇടിഞ്ഞു പൊളിഞ്ഞ് അതിൽപ്പെട്ട് മരിക്കണം, വെള്ളപ്പൊക്കത്തിൽ മരിക്കണം, സ്ത്രീ പ്രസവത്തിൽ മരിക്കണം, വൈറസ്
സംബന്ധമായ രോഗം പിടിപെട്ട് മരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള മരണത്തിന് രക്തസാക്ഷികളുടെ കൂലി കിട്ടുമെന്ന്. പക്ഷെ രണാങ്കണത്തിൽ അല്ലാത്ത മരണം സംഭവിച്ചാൽ അവരുടെ എല്ലാവരുടെയും മയ്യത്ത് കുളിപ്പിക്കണം. രണാങ്കണത്തിൽ ശത്രുവിനോട് ഏറ്റുമുട്ടിക്കൊണ്ട് മുറിവ് പറ്റി രണാങ്കണം വീട്ടിലെത്തിയിട്ടാണ് മരിച്ചതെങ്കിൽ മയ്യത്ത് കുളിപ്പിക്കണം. അങ്ങനെയാണ്. രണാങ്കണത്തിലാണോ മയ്യത്ത് കുളിപ്പിക്കേണ്ടതില്ല, വസ്ത്രത്തിൽ തന്നെ ഒതുങ്ങിക്കൊണ്ട് രക്തസാക്ഷിക്ക് വേണ്ടി നമസ്കരിക്കേണ്ടതുമില്ല. രക്തസാക്ഷിത്വം വഹിച്ച സ്ഥലത്ത് മണമാടിയാണ്. എന്നാൽ അടിപിടി കേസിൽ അല്ലെങ്കിൽ തർക്കവിതർക്കങ്ങളിൽ അല്ലെങ്കിൽ ഭരണത്തിനോടുള്ള എതിർപ്പിൽ അങ്ങനെയൊക്കെയാണ് കൊല്ലപ്പെട്ടതെങ്കിൽ കുളിപ്പിക്കണം, മയ്യത്ത് നമസ്കരിക്കണം, എല്ലാം. ഉമർ ഖത്താബിനെ കുളിപ്പിച്ചിട്ടുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എല്ലാവരെയും കുളിപ്പിച്ചിട്ടുണ്ട്. രണാങ്കണത്തിൽ നിന്ന് തന്നെ പോര ശേഷം മരണപ്പെട്ടാൽ അവരെ കുളിപ്പിക്കണം, നിസ്കരിക്കണം. ശരി, ഈ പറഞ്ഞ ആളുകളൊക്കെ മയ്യത്ത് കുളിപ്പിക്കണം, അവർക്ക് രക്തസാക്ഷികളുടെ കൂലി കിട്ടുന്നു. മരിച്ച കണ്ണുകൾ തുറന്നിടാൻ സാധ്യതയുണ്ടെന്ന് റസൂൽ. അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ കണ്ണുകൾ തുറന്നിട്ടിരുന്നു എന്ന് പ്രവാചകൻ ആ തുറന്നിട്ട കണ്ണുകൾ പൂട്ടിക്കൊണ്ട മാതൃക കാണിച്ചു തരികയും ചെയ്തത് കൊണ്ട് മരിച്ച ഉടനെ കണ്ണുകൾ തുറന്ന അവസ്ഥയിലാണെങ്കിൽ കണ്ണടക്കൽ പ്രവാചകന്റെ ചര്യയിൽപ്പെടും. പിന്നെ കൈകാലുകൾ മരണവേദനയിൽ ചിലപ്പോൾ മടക്കി വെച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ആളുടെ ശരീരം തന്നെ ചുരുണ്ടിട്ടുണ്ടാവും, മടങ്ങിയിട്ടുണ്ടാവും. കാൽമുട്ടുകളൊക്കെ പല രീതിയിലായിരിക്കും. ഇങ്ങനെയൊക്കെ മരണം സംഭവിച്ചാൽ ഉടനെ കൈകാലുകളൊക്കെ നിവർത്തി ശരിപ്പെടുത്തി റെഡിയാക്കേണ്ടതാണ്. സമയമെടുത്താൽ പിന്നീട് നിവർത്താനും സാധിക്കില്ല. അപ്പോൾ കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും കവറിലടക്കാനും ഒക്കെ വിഷമിച്ചു. കണ്ണ് കൂട്ടിക്കൊടുക്കൽ അല്ലാത്ത മറ്റു സംഗതികളൊക്കെ മയ്യത്ത് കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും കവറടക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ചെയ്യാമെന്ന് ഫുഖഹാക്കൾ പണ്ഡിത ലോകം പറയും. ഹദീസിൽ കണ്ണടക്കാനുള്ള സുന്നത്താണ് കാണുന്നത്, മറ്റേതാവാം. വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റണം. അഴിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ കത്രിക ഉപയോഗിച്ച് വെട്ടി മാറ്റണം. മെത്തയിൽ നിന്നും കിടക്കയിൽ നിന്നും മാറ്റിയിട്ട് തറയിലോ പടിയിലോ കിടത്തണം. ബഹുമാനം കുറഞ്ഞു പോകരുത്. മയ്യത്തിനെ ആദരിക്കണം, ബഹുമാനിക്കണം. ഒറ്റ വസ്ത്രം കൊണ്ട് മയ്യത്തിനെ മൂടണം. ഔറത്ത് ഭാഗം വെളിപ്പെടാതിരിക്കാൻ പ്രത്യേകിച്ച് അവിടെ എന്തെങ്കിലും തുണി പുസ്തകങ്ങൾ കൊണ്ട് മറക്കുന്നതിന് കൂട്ടത്തിൽ വിരോധമില്ല. മരിച്ചു കഴിഞ്ഞാൽ ഉടനെ മയ്യത്ത് മറമാടാൻ ധൃതി കാണിക്കണം. ആ സീറോവിൽ ജനാസ ഗൾഫിലുള്ള മോൻ വരാൻ വേണ്ടി 2 ദിവസം 3 ദിവസം കാത്തുവെക്കുന്ന രീതി ഇസ്ലാമികമല്ല. മക്കളോട് പറയണം, ഗൾഫിലുള്ള അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോകുന്ന കുടുംബത്തിനോട് പറയണം, ഞാൻ മരണപ്പെട്ട ദിവസങ്ങൾ ഫ്രീസറിൽ വെച്ചുകൊണ്ട് നിങ്ങൾ വരുന്നത് വരെ കാത്തിരിക്കുന്നത് ശരീരത്തിൽ നബി തിരുമേനി പഠിപ്പിച്ചതിന് അസ്രിഉൽ ജനാസ എന്നതിനെതിരാണ്. വേഗത്തിൽ മറമാറണം എന്നതാണ് കൽപ്പന. അതുകൊണ്ട് അതങ്ങനെ ചെയ്യത്തുള്ളൂ എന്ന് പറയും. ജനങ്ങൾ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഏർപ്പാട് ഒരാളുടെ മരണത്തിൽ നാട്ടിലുണ്ടാകാൻ പാടില്ല. അതാണ് ഇസ്ലാമിന്റെ തത്വം. അതൊരു സാധാരണ സംഭവമാണ്. ജനനം പോലെ തന്നെ മരണവും കുറച്ചുവന്റെ സൃഷ്ടിയാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ജനനം സൃഷ്ടിയാണ്, മരണം സൃഷ്ടിയാണ്. ആളുകൾ 4 പ്രാവശ്യം വരിക, കുറെ കാത്ത് മയ്യത്ത് മറമാറാതെ കാത്തിരിക്കും. അത്യാവശ്യ ഘട്ടത്തിലാണെങ്കിൽ മാറാരോഗങ്ങൾ പിടിപെട്ടതിന്റെ സ്ഥിരീകരണത്തിന് വേണ്ടി, പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി, ചില കുറ്റകൃത്യങ്ങൾ തെളിയിക്കാൻ വേണ്ടി, ഓക്കെ, അത് ഇസ്ലാം അനുവദിക്കുന്നു. അല്ലാതെ അമേരിക്കയിലുള്ള കുട്ടി വരാൻ വേണ്ടി 2 ദിവസമൊക്കെ ഫ്രീസറിൽ വെക്കുക, ഇതൊന്നും പ്രവാചകന്റെ ചര്യയല്ല, ഇസ്ലാമിക രീതിയല്ല.
മരണപ്പെട്ടാൽ വേഗത്തിൽ മരണമാകണമെന്ന കൽപ്പനയ്ക്ക് ഖിലാഫാണ്, എതിരാണ്. കുടുംബ ബന്ധുക്കളൊക്കെ അന്യനാടുകളിലുള്ളവർ മയ്യത്തിനെ ഒരു തുണി കൊണ്ട് തുണി കൊണ്ടോ മൂടണമെന്ന് പറഞ്ഞു. വസ്ത്രങ്ങളിൽ ഏറ്റവും നല്ലത് വെള്ള വസ്ത്രമാണ്. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പറ്റുമെങ്കിൽ അതിനെ ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ മറ്റു വസ്ത്രങ്ങളാണ്. വായ തുറന്നു പോകാതിരിക്കാൻ താടി അടക്കം ഒന്ന് കെട്ടുന്നത്, കാൽപാദങ്ങൾ അകന്നു പോകാതിരിക്കാൻ തലവരകൾ ചേർത്ത് കെട്ടുന്നത്, ഈ സംഗതികളൊക്കെയും ഫുഖഹാക്കൾ മയ്യിത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യങ്ങളാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ചെയ്യാവുന്നതാണ്, അതിനൊന്നും വിരോധമില്ല. കാരണം വായ കെട്ടാതിരുന്നാൽ വായ ചിലപ്പോൾ തുറന്നാൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അടക്കാൻ കഴിയില്ല. കാലൊക്കെ ശരീരം മയ്യിത്ത് തണുത്തു പോയാൽ പിന്നെ അതിനൊക്കെ പ്രയാസം. അതുകൊണ്ട് വീട്ടിലുള്ള ആളുകൾ അപ്പോൾ ആർത്ത് അട്ടഹസിച്ച് കരഞ്ഞ് വച്ചും വീട് ഉണ്ടാക്കാനല്ല നോക്കാം. ഇതൊരു സാധാരണ സംഭവമാണ്. അള്ളാഹു കണക്കാക്കിയത്, അള്ളാഹു തിരിച്ചു വിളിച്ചു, അള്ളാഹു നൽകിയ ജീവൻ അവർ തിരിച്ചെടുത്ത്. ഒരു വിഷമം തന്നെയാണ്. الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. എന്നിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ ചെയ്യാൻ നമ്മൾ ശീലിക്കണം. ചിലപ്പോൾ സ്ത്രീകൾ മാത്രം ഉണ്ടാവും, അവരാകെ കൂടി കരഞ്ഞ് നിലവിളിച്ച് ഒരു റൂമിൽ അങ്ങ് കിടന്നിട്ട് പിന്നെ മയ്യത്ത് എടുക്കുന്നത് വരെ അതേ കടത്താണ്. അങ്ങനെയല്ല വേണം. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. മരണം എല്ലാവരുടെ വീടുകളിലും വരും. അനുവാദം ചോദിക്കാതെ കയറി വരും, ഒരു സംശയമില്ല. സമയമൊന്നുമില്ല മുമ്പ്. ശരി, മയ്യിത്തായി കഴിഞ്ഞാൽ ആളുകൾ കാണാൻ വരും, സ്വാഭാവികം. പല രംഗത്തുള്ള ആളുകൾ കാണാൻ വരുന്നു. അവർക്ക് പരിചയമുള്ളവരാണ്, അല്ലാത്തവരും വരാം. മയ്യിത്തിന്റെ മുഖമാണ് കാണിച്ചു കൊടുക്കുന്നത്. മയ്യിത്ത് കാണുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട്. റസൂലുള്ളാഹി പഠിപ്പിച്ചു, അബൂസലമക്ക് വേണ്ടി നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന. എല്ലാ മയ്യിത്തുകൾക്കും വേണ്ടി ആ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കും. മയ്യിത്തിന്റെ മുഖത്ത് ചുംബിക്കാവുന്ന, എല്ലാവരും ചുംബിക്കണമെന്നല്ല. ഉസ്മാനും ഒരു മഅ്റൂൻ മദീനയിലെ ആദ്യത്തെ മയ്യിത്താണ്. അദ്ദേഹം മരിച്ചപ്പോൾ ചെറുപ്പത്തിൽ യുവാവാകുന്ന സന്ദർഭത്തിൽ മരിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ നെറ്റിത്തടത്തിൽ ഉമ്മ വെച്ചതായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി വഫാത്തായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് സ്ഥലത്തുണ്ടായിരുന്നില്ല. വിവരം ഓടിയെത്തി നബിയെ ചുംബിച്ചതായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പൊ മയ്യിത്തിന്റെ മുഖം കാണുന്ന സന്ദർഭത്തിൽ പ്രാർത്ഥിക്കണം. അത്യാവശ്യമാണെങ്കിൽ മുഖത്തൊരു ചുംബനം നൽകാവുന്നതാണ്, അതിന് വിരോധമില്ല. മയ്യിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അയാളെ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ കുഴപ്പമില്ല. നബി അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലം വറഫഅ ദറജതഹു ഫിൽ മഹ്ദിയ്യീൻ വഖ്ലുഫുഹു ഫീ അഖിബിഹി വഫ്സഹ ലഹു ഫീ ഖബരിഹി വനബ്ബിർ ലഹു വഗ്ഫിർ ലനാ വലഹു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ സത്യത്തിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ, അപ്പം നമുക്ക് മാത്രമേ ഉള്ളൂ. മയ്യിത്ത് കണ്ടിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹിന്റെ ചര്യയിൽ സുന്നത്താക്കപ്പെട്ട ഈ പ്രാർത്ഥന നമുക്ക് അറിയും, പഠിക്കണം. പുറത്തു കൊടുക്കണേ. ഇദ്ദേഹത്തിന്റെ പദവി സ്വർഗത്തിലേക്ക് പോകുന്ന സന്മാർഗികളായ ആളുകളോടൊപ്പം ഇയാളെയും ചേർക്കണം. 5 കാര്യങ്ങളാണ്. അതിൽ 4 കാര്യങ്ങളും മയ്യിത്തുമായി ബന്ധപ്പെട്ടതാണ്. 1 ദുനിയാവുമായി ബന്ധപ്പെട്ടതാണ്. അതാണ് ദുനിയാവുമായി ബന്ധപ്പെട്ടത്. ഇദ്ദേഹത്തിന്റെ നഷ്ടം ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് വലിയ നഷ്ടമാണ് വരുത്തിയിരിക്കുന്നത്. അത് നീ പരിഹരിച്ചു കൊടുക്കണമേ.
ഇദ്ദേഹത്തിന്റെ കബർ വിശാലമാക്കണേ, ഇടുങ്ങിയതാക്കരുതേ, കബറിൽ പ്രകാശം ചൊരിയണമേ, ഇദ്ദേഹത്തിനും ഞങ്ങൾക്കും പുറത്തു തരണം. ഇനി അറിയില്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ മതി, എല്ലാ ഭാഷയും റബ്ബിനറിയണം. ഈ മയ്യത്തിന് പുറത്തു വെക്കണേ, നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ ഇയാളെയും ചേർക്കണേ. ഇയാളുടെ കുടുംബത്തിന്റെ വിഷമം അള്ളാഹുവെ മറ്റൊരു പിൻഗാമിയെ നിശ്ചയിച്ചുകൊണ്ട് നീ പരിഹരിച്ചു കൊടുക്കണേ. ഇദ്ദേഹത്തിന്റെ കബർ വിശാലമാക്കുകയും പ്രകാശമുള്ളതാക്കുകയും ചെയ്യണമേ. ഇദ്ദേഹത്തിന് ഞങ്ങൾക്കും പുറത്തു തരണമേ. മയ്യത്ത് കാണാൻ തിരക്കാണെങ്കിൽ കണ്ടു വന്നിട്ട് പ്രാർത്ഥിച്ചാൽ മതി. ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് കുറെ നേരം ഇങ്ങനെ നോക്കിയിട്ട് ഇവിടെ പോരും. പഠിക്കണം, അറിയാറില്ലെങ്കിൽ മലയാളത്തിലാണ്. അബൂ സലമക്ക് വേണ്ടി നബി പ്രാർത്ഥിച്ചതായി മുസ്ലിം രേഖപ്പെടുത്തുന്നു. ശരിക്കും പ്രാർത്ഥിച്ചാലേ മരണവാർത്ത കേൾക്കുമ്പോൾ തന്നെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ ഉജുർനി ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അത് മരണപ്പെട്ടാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് ഉണ്ടാകുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാം, ഒരു വിരോധം. പക്ഷെ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ സ്വന്തക്കാരും വിഷമമുള്ളവരും നഷ്ടപ്പെട്ട ആൾക്ക് പകരം ലഭിക്കേണ്ടവരും അല്ലാഹുമ്മ ഉജുർനി ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ എന്ന് കൂടി അതിനോട് ആഡ് ചെയ്യണം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അതിന്റെ നമുക്കറിയാം, എല്ലാവരും പറയാം. അല്ലാഹുവേ, അതിന്റെ ശേഷം അല്ലാഹുമ്മ ആജുർനി അല്ലെങ്കിൽ അല്ലാഹുമ്മ ഉജുർനി ഫീ മുസീബതി, എനിക്ക് വന്ന് ഭവിച്ചിട്ടുള്ള എന്റെ ഈ ബുദ്ധിമുട്ടി അതിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണം. വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ, ഇദ്ദേഹത്തിന്റെ പകരം എനിക്ക് ഒരാളെ നൽകണം. ഭർത്താവാണെങ്കിൽ മരിച്ചതെങ്കിൽ ഭാര്യ പ്രാർത്ഥിക്കുന്നു, മറ്റൊരു ഭർത്താവ്. ഭാര്യയാണ് മരിച്ചതെങ്കിൽ ഭർത്താവ് പ്രാർത്ഥിക്കുന്നു, മറ്റൊരു ഭാര്യ. ഇങ്ങനെ ഓരോരുത്തർക്കും, വാപ്പയാണ് നഷ്ടപ്പെട്ടതെങ്കിൽ മറ്റൊരു വാപ്പയെ, ഉമ്മയാണെങ്കിൽ മറ്റൊരു ഉമ്മയെ പകരം നൽകിക്കൊണ്ട് പരിഹരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. അവർ വളരെ സങ്കടത്തിലാണ്. ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് വന്ന ദമ്പതിമാരാണ്. അബിസീനിയയിലേക്ക് അടക്കം മദീന ഹിജ്റയ്ക്ക് മുമ്പ് അവർ പോയിട്ടുണ്ട്. ഒരുപാട് മക്കളുണ്ട്. ഇസ്ലാമിക രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു. അവര് റസൂലുള്ളാഹി പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവരൊരിക്കൽ ഇങ്ങനെ ചിന്തിച്ചു പോയി, ആരാണ് എന്റെ ഭർത്താവായ അബൂ സലമയേക്കാൾ രക്തസാക്ഷിയായിട്ടാണ് മരിക്കുന്നത്? അബൂ സലമ, എന്റെ ഭർത്താവ് മരിക്കുന്നത് രക്തസാക്ഷിയാണ്. രക്തസാക്ഷിയായ ഭർത്താവിനേക്കാൾ മെച്ചപ്പെട്ട ഒരാളെ പകരം നൽകാൻ ഞാൻ പ്രാർത്ഥിച്ചാൽ അത് എനിക്ക് ലഭിക്കുമോ, കിട്ടുമോ? ആരാണ് അദ്ദേഹത്തെക്കാൾ മെച്ചപ്പെട്ടവനായുള്ളത്? അതാ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇദ്ദയുടെ കാലഘട്ടം കഴിയുന്നു. ഭർത്താവ് മരിച്ചാൽ ഭാര്യ ഇദ്ദയിലിരിക്കണം 4 മാസവും 10 ദിവസവും. അങ്ങനെ ഇദ്ദയുടെ കാലഘട്ടം കഴിഞ്ഞ ഉടനെ അതാ റസൂലുള്ള ഒരാളെ പറഞ്ഞേക്കുന്നു. റസൂലുള്ളാഹി ഇലൈഹ, ഉമ്മു സലമയെ കല്യാണം ആലോചിക്കുകയാണ്. ആരാ കല്യാണം ആലോചിക്കുന്നത്? റസൂലുള്ളാഹ്. നമ്മുടെ ഉമ്മമാരുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ പദവിയിലേക്ക് ഈ സ്ത്രീ വരികയാണ്. ഉമ്മു സലമ, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളെ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇപ്പൊ പേര് 3 തകരാറുകൾ പറഞ്ഞു. 2-3 സംഗതി ഇല്ല, അത് നടക്കൂല എന്നുള്ള നിലക്ക് പറഞ്ഞു. ഒന്ന്, എനിക്ക് പ്രായം ഒരുപാടായി, ഒരു ഭാര്യയാകേണ്ട രീതിയിലുള്ള പ്രായമല്ല. 2, ഞാൻ ക്ഷിപ്രകോപിയാണ്, അഥവാ വേഗത്തിൽ ദേഷ്യം പിടിക്കുന്ന പ്രകൃതക്കാരിയാണ്. 3-മത്തേത്, ഒരുപാട് കുട്ടികളുണ്ട്, ചെറിയ കുട്ടികൾ. ഐറ്റങ്ങൾ അടിയുന്ന പിന്നെ ഈ ഭർത്താവിന്റെ റസൂലുള്ളാഹിന്റെ കാര്യം നോക്കാൻ എനിക്ക് സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. അതാണ് 3 സംഭവം. ഈ 2-3 സംഗതികളുടെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി പറഞ്ഞേച്ച ആളോട് പറഞ്ഞ കല്യാണം പ്രശ്നമാണ്. ഇയാളെ പോയിട്ട് റസൂലുള്ളാഹിയുടെ കാര്യം പറഞ്ഞു. സഹവാസം റസൂൽ ഉടനെ മറുപടി അയച്ചു. എന്താ? അവർക്ക് പ്രായമായിട്ടുണ്ടെങ്കിൽ മുഹമ്മദായ എനിക്കും പ്രായമായിട്ടുണ്ട്. അവര് ദേഷ്യപ്പെടുന്ന സ്വഭാവക്കാരിയാണോ? ആ ദേഷ്യം മാറാൻ ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം. കുട്ടികളുടെ പലയിടമാണോ ബുദ്ധിമുട്ട്? കുട്ടികളും മക്കളുള്ള പ്രശ്നമാണോ? ഞാൻ ഭർത്താവിനോട് കൂടി അവരുടെ പകുതി പകരം കുട്ടികളെ നോക്കാനും മറ്റും ഞാനത് ഏൽക്കുമല്ലോ. അതുകൊണ്ട് അതൊന്നും കൂടി പറഞ്ഞിട്ടല്ലേ ചെയ്യാം. വീണ്ടും മാറാം.
രണ്ടാമത് ഈ മൂന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരം റസൂലുള്ളാഹി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വന്നു. അവരെ സമ്മതിച്ചു. അവർ റസൂലുള്ളാഹിന്റെ ഭാര്യയായി. അവർ പറയാ, അല്ലാഹുമ്മ അജ്ുർനി ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ. അന്ന് എനിക്ക് നഷ്ടപ്പെട്ടു പോയ രക്തസാക്ഷിയായ എന്റെ ഭർത്താവ് അബൂസലമയേക്കാൾ ഉത്തമനായ ഒരു മനുഷ്യനെ കൊണ്ട് എന്റെ നഷ്ടം പരിഹരിച്ച് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ആരാണ് എന്റെ ഭർത്താവിനേക്കാൾ മെച്ചപ്പെട്ട ആള് എന്ന് എനിക്കൊരു സംശയമുണ്ടായിരുന്നു. അതാ ആ പ്രാർത്ഥനയുടെ ഉത്തരമെന്നോണം റസൂലുള്ളാഹി എന്നെ വിവാഹം ചെയ്തപ്പോൾ ആ പ്രാർത്ഥനയുടെ ഉത്തരം കിട്ടിയെന്ന്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു മകൻ നഷ്ടപ്പെട്ടാൽ, ഭർത്താവ് നഷ്ടപ്പെട്ടാൽ, ഭാര്യ നഷ്ടപ്പെട്ടാൽ, മാതാവ് നഷ്ടപ്പെട്ടാൽ ഒക്കെ പ്രാർത്ഥന ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ അജ്ുർനി ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ. അപ്പോ മയ്യിത്ത് കാണാൻ ആളുകൾ വരുന്നു. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മയ്യിത്ത് കണ്ടു പോകുന്ന ആളുകൾ. മയ്യിത്തായാൽ ഉടനെ മറമാറാനുള്ള ആദ്യപടി അതിൻ്റെത് കുളിപ്പിക്കാൻ സമയം നിശ്ചയിക്കുന്നു. ഭാര്യയ്ക്കും ഭർത്താവിനും ദമ്പതിമാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുളിപ്പിക്കാം. ആയിഷ ബീവിയോട് റസൂലുള്ളാഹി ജീവിത കാലഘട്ടത്തിൽ പറയുകയുണ്ടായി, എനിക്ക് മുമ്പ് ആയിഷ, നീ മരണപ്പെട്ടാൽ നിന്നെ കുളിപ്പിക്കുന്നത് ഞാനായിരിക്കും, നിന്നെ വസ്ത്രത്തിൽ പൊതിയുന്നത് ഞാനായിരിക്കും, നിന്നെ കബറിലേക്ക് ഇറക്കുന്നത് ഞാനായിരിക്കും, നിനക്ക് വേണ്ടി മയ്യിത്ത് നമസ്കരിക്കാൻ ഇമാമ നിൽക്കുന്നത് ഞാനായിരിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുളിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യ അസ്മാ റളിയല്ലാഹു അൻഹയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹയാണ് ഫാത്തിമ ബീവിയുടെ മയ്യിത്ത് കുളിപ്പിച്ചത്. അപ്പൊ ദമ്പതിമാർക്ക് എടി പെണ്ണെ, ഞാൻ മരിച്ചാൽ ഇതിന്റെ മയ്യിത്ത് കുളിപ്പിക്കണം. ഭർത്താവിന് ഭാര്യയോട് പറയാം, ഉപ്പക്കുമ്മയോട് പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ദമ്പതിമാർക്ക് തമ്മിൽ ജീവിത കാലഘട്ടത്തിൽ വസിയത്ത് ചെയ്തിട്ടോ അല്ലാതെയോ കുളിപ്പിക്കുന്നതിന് വിരോധമില്ല. അതല്ലാത്ത നിലക്ക് ആണുങ്ങളും പെണ്ണുങ്ങളുമാണ് കുളിപ്പിക്കുന്നത്. ഉപ്പ വല്യുപ്പ, മകൻ പേരമകൻ, ഉമ്മ വല്യമ്മ, മകൾ പേരമകൾ, സഹോദരന്മാർ സഹോദരിമാർ, അവരുടെ മക്കൾ, ഇങ്ങനെ അടുത്ത ബന്ധുക്കളാണ് കുളിപ്പിക്കുന്നത്. മയ്യിത്ത് കുളിപ്പിക്കാൻ എത്ര പേര് വേണം? ഒരാള്, രണ്ടാള്, മൂന്നാള്, ഏറെ മൂന്നാളെ വേണ്ടു. ഒരുപാട് ആളുകളുടെ ആവശ്യമില്ല. വെള്ളം സാധാരണ വെള്ളം മതി, ചൂടുവെള്ളത്തിന്റെ ആവശ്യമില്ല. കുളിപ്പിക്കാൻ ഭാര്യ ഭർത്താവിനെ കുളിപ്പിക്കുക. അങ്ങനെ വരുമ്പോൾ ഭർത്താവിനെ താങ്ങാനും പിടിക്കാനും ഭാര്യയെ കൊണ്ട് കഴിയില്ലെങ്കിൽ ഒരാളെ കൂട്ടാം. ആരെ കൂട്ടുന്നത്? ആളിനെ പെണ്ണിനെ കൂട്ടുന്നത് പറയും. ഞാൻ ക്ലാസ്സിലെ കൂടെ ഉണ്ടോന്ന് അറിയുന്നത്. ഭർത്താവിന്റെ മയ്യിത്താണ് കുളിപ്പിക്കുന്നത് ഭാര്യയാണ്. അല്ലെങ്കിൽ ഉപ്പന്റെ മയ്യിത്ത് ഉമ്മ കുളിപ്പിക്കുകയാണ്. ഉമ്മാനെ കൊണ്ട് ഒറ്റയ്ക്ക് ഉപ്പാന്റെ മയ്യിത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ കഴിയില്ല. ഡെഡ്ബോഡി ആകുമ്പോൾ കൂടുതൽ പ്രയാസമുണ്ടാവും. അപ്പൊ ഉമ്മാനെ ഒരാൾ സഹായിക്കണം. ഉമ്മാനെ സഹായിക്കുന്ന ആള് ഉപ്പാന്റെ മയ്യിത്താകുമ്പോ ആണാണോ പെണ്ണാണോ? അങ്ങനെ. അപ്പൊ അങ്ങനെ ഉമ്മാക്ക് കൂട്ടാം, മോനിന്റെ കൂടെ നിൽക്കണം, താങ്ങാനും പിടിക്കണം. ഉമ്മയെ കുളിപ്പിക്കണം, ഉപ്പയെ കുളിപ്പിക്കണമെങ്കിൽ ഉമ്മാനെ കുളിപ്പിക്കും, പല്ലേ ഇതിന്റെ കൂടെ കുടിക്കണം പറയും. അങ്ങനെ ചെയ്യാം. 7 വയസ്സ് വരെ ആണ് പെണ്ണ് ലിംഗം നോക്കേണ്ടതില്ല കുളിപ്പിക്കാൻ എന്ന് പണ്ഡിതന്മാർ. ആണിന് പെണ്ണിന്, ആൺകുട്ടികളെ പെൺകുട്ടികളെ 7 വയസ്സ് വരെ ആകാം. ആണുങ്ങളുണ്ടെങ്കിൽ ആണുങ്ങളെ ആയിക്കോട്ടെ, പെണ്ണുങ്ങളുണ്ടെങ്കിൽ പെണ്ണുങ്ങളായിക്കോട്ടെ, എല്ലാത്തടത്ത് 7 വയസ്സ് വരെ ഇസ്ലാമിക വകുപ്പ് പ്രകാരം അനുവാദം നൽകുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ആണിനാണ് പെണ്ണിന് വേണം. കുളിപ്പിക്കാൻ ആരും ഉണ്ടായില്ല, താമം ചെയ്തു കൊടുക്കണം. ആണിനെ കുളിപ്പിക്കാൻ, അല്ല ഒരു പെണ്ണെ മരിച്ചു, ആ പെണ്ണിനെ കുളിപ്പിക്കാൻ ഒരു പെണ്ണും ആണുങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെ കുളിപ്പിക്കാൻ പാടില്ല, താമം ചെയ്തു കൊടുക്കണം. പെണ്ണ് അന്യപ്പെണ്ണാണ്, അതുകൊണ്ട് താമം ചെയ്യേണ്ടത് വസ്ത്രത്തിൽ പൊതിഞ്ഞ ശേഷം വരുന്നുണ്ട്.
കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വിശദമാണ്. മരണപ്പെട്ടാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം 3 ദിവസത്തെ ദുഃഖാകാവും. 72 മണിക്കൂർ. ഭാര്യയ്ക്ക് 4 മാസം 10 ദിവസവും വരെ അടച്ചുപൂട്ടി വീട്ടിന്റെ ഉള്ളിൽ വെള്ളവസ്ത്രം ധരിച്ചിരിക്കണമെന്ന് ഇസ്ലാമിലില്ല. വെള്ളവസ്ത്രം ധരിക്കാം, അല്ലാത്ത വസ്ത്രമോ ധരിക്കാം. വീട്ടിലുള്ള ജോലികളൊക്കെ ചെയ്യാം. കുട്ടികൾ കുടുംബം പട്ടിണിയിലാകുമ്പോൾ പുറത്തെ ജോലിക്ക് പോകാം, ഒരു വിരോധമല്ല. പക്ഷേ തന്റെ മരണപ്പെട്ട ഭർത്താവിന്റെ അദ്ദേഹത്തിനുള്ള ആദരവും ബഹുമാനവും ഒക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഞാൻ ഇന്ത്യയിലാണെന്ന ബോധത്തോടു കൂടി ആഭരണങ്ങൾ അണിയാതെ അണിഞ്ഞൊരുങ്ങാതെ വിവാഹ സൽക്കാര വേളകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് സുറുമയും മൈലാഞ്ചിയും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് സാധാരണ തഖ്വയിൽ അധിഷ്ഠിതമായിക്കൊണ്ട് കാര്യങ്ങളൊക്കെ നിർവഹിക്കാമെന്നും പണ്ഡിതന്മാർ ഹദീസിന്റെ പിൻബലത്താലാണ് പറയുന്നത്. ആഭരണങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അതൊക്കെ ആഡംബരത്തിന്റെയും സന്തോഷത്തിന്റെയും ഭാഗമാണ്. ചെറുപ്പത്തിൽ കുട്ടികൾ മരിച്ചുപോയാൽ കുട്ടികളുടെ എണ്ണം 3 ആവുകയും ചെയ്താൽ സ്വർഗം ഉറപ്പാണ്. കുട്ടികൾക്കല്ല, മാതാപിതാക്കൾക്ക്. 3 കുട്ടി മരിച്ചാൽ സ്വർഗമെന്ന് റസൂല് പറഞ്ഞപ്പോ ഒരു പെണ്ണ് 2 കുട്ടി മരിച്ചാലോ റസൂല് 2 കുട്ടി മരിച്ചാലും സ്വർഗം തടി വേണ്ടെന്ന് പറഞ്ഞപ്പോ 1 കുട്ടി മരിച്ചാലോ അതെ അവിടെ ക്ഷമയുടെ അതിന്റെ തോതിനാണ് കൂലി കിട്ടുന്നത്. അപ്പോൾ 1 കുട്ടി മരിച്ചാലും സ്വർഗം കിട്ടും, 2 കുട്ടി മരിച്ചാലും കിട്ടും, 3 കുട്ടി മരിച്ചാലും. നരകത്തിൽ നിന്നൊരു മറ സൃഷ്ടിക്കുന്നതാണ് ചില റിപ്പോർട്ടുകളിൽ. ഇവരീ കുട്ടികൾ സ്വർഗത്തിലേക്ക് പോകാതെ കാത്തു നിൽക്കും അവരുടെ മാതാപിതാക്കന്മാരെ ഒപ്പം കൊണ്ടുപോകാനായിക്കോളും. നിങ്ങൾ സ്വർഗത്തേക്ക് പോയിക്കോളൂ എന്ന് പറയുമ്പോൾ ഇല്ല, ഞങ്ങളുടെ മാതാപിതാക്കൾ വരട്ടെ എന്ന് പറയും. അവരെ കൈപിടിച്ചുകൊണ്ട് തുണികൾ അവരുടെ ധരിച്ച വസ്ത്രത്തിൽ പിടിച്ചുകൊണ്ട് ഇവർ ഒന്നിച്ച് സന്തോഷത്തോടു കൂടി സ്വർഗത്തിലേക്ക് കടക്കണം. അവരുടെ മാതാപിതാക്കളെ സെക്കൻഡുകൾക്കുള്ളിൽ അള്ളാഹു അവരോടൊപ്പം ഹാജരാക്കുകയും സ്വർഗത്തിലേക്ക് അയക്കുകയും ചെയ്യുമാണ്. പക്ഷേ മാതാവും പിതാവും മിനിമം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മുസ്ലിമായി മരിച്ചവനായെങ്കിലേ ഈ സൗഭാഗ്യം ലഭിക്കത്തുള്ളൂ. അപ്പോ അത് അള്ളാഹു പെട്ടെന്ന് അവർക്ക് ഇളവ് കൊടുക്കും. അവർ ചെറുപ്പത്തിൽ അവരുടെ മാതാപിതാക്കളോടൊത്ത് ജീവിക്കേണ്ടവരാണ്. അതിനൊന്നും അനുവാദം അള്ളാഹു നൽകിയിട്ടില്ല. അത് അള്ളാന്റെ തീരുമാനമാണ്. അങ്ങനെ തീരുമാനങ്ങൾ എടുക്കാൻ ഒലില്ലാഹുന്ന മാലിക്കൽ മുൽക്കാണ്. അധികാരമൊന്ന് ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല. ശരി, അതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് പറഞ്ഞേക്കണെന്ന് പറയുമ്പോൾ ശരി, അവരെ വേഗം അവരോടൊപ്പം ഹാജരാക്കൂ. അതുകൊണ്ട് സത്യവിശ്വാസികളായി മരിച്ച് സ്വർഗത്തിലെത്തിയവർക്ക് ആ രക്ഷിതാക്കൾക്ക് അവരോടൊപ്പം നേരെ സ്വർഗത്തിലേക്ക് പോകാനാകും. അവരുടെ മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നും ഹദീസുകളിൽ ചോദ്യോത്തരങ്ങളെ കുറിച്ചൊന്നും അവിടെ പറഞ്ഞിട്ട് കഴിയും. അപ്പം ചെറുപ്പത്തിൽ 1 കുട്ടി മരിച്ചവരും 2 കുട്ടി മരിച്ചവർക്കൊക്കെ ആശ്വാസം നൽകുന്നു ഇസ്ലാം. അതെന്റെ സ്വർഗപ്രവേശനത്തിന് അല്ലാഹു എനിക്ക് ഒരു അനുഗ്രഹമാക്കി മാറ്റുമല്ലോ എന്ന് ആശ്വസിക്കാൻ രക്ഷിതാക്കളെ നമുക്ക് മരണപ്പെട്ടിട്ടുള്ളത്. അത് മുതൽക്കൂട്ടാണെന്നാണ് പണ്ഡിത ലോകം വിലയിരുത്തുന്നത്. മയ്യത്തുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും മയ്യത്ത് കാണിച്ചു കൊടുക്കാം. ആണ് മരിച്ചാൽ ആണുങ്ങൾക്ക് മാത്രമല്ല, സ്ത്രീകൾക്കും കാണിച്ചു കൊടുക്കണം. കുടുംബക്കാർക്ക്, നാട്ടുകാർക്ക്, അന്യ മതസ്ഥർക്ക് അതിനൊന്നും ഒരു കുഴപ്പമില്ല. അതൊക്കെ നമ്മുടെ ഇസ്ലാമിന്റെ വിശാലമായ ഹൃദയം, അതാണ് അതിലൊക്കെ ഉള്ളത്. അതിന് വിരോധമില്ല. മയ്യത്ത് ആവശ്യമെങ്കിൽ കാണുമ്പോൾ ഒരു പ്രാർത്ഥന കൂടി കൊടുക്കും. ആ പ്രാർത്ഥന കൂടി ലഭിക്കും മയ്യത്തിന്. അപ്പൊ അതിന്റെ മയ്യത്തിന്റെ പാപങ്ങൾ കൊടുക്കാനും നേരത്തെ അബൂസലമ റളിയല്ലാഹു അൻഹയോട് അബൂസലമ മരിച്ചപ്പോൾ നബി പ്രാർത്ഥിച്ച പ്രാർത്ഥനയൊക്കെ ഹൈറാക്കപ്പെട്ടൊരു കാര്യം. നബി മയ്യത്തായി എന്ന് പറഞ്ഞാൽ സഹാബിമാരിൽ മയ്യത്തായാൽ നബിക്ക് വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ പോയി നബി കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് സുന്നത്തായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഒരാൾക്ക് തീരെ പരിചയമില്ല, ജീവിതകാലത്ത് അയാൾ കണ്ടിട്ടില്ല, അയാൾ മയ്യത്ത് നിസ്കരിക്കാനെത്തിയ മതി, പോയി കാണണമെന്നില്ല. സാഹചര്യം കിട്ടുകയാണെങ്കിൽ ഒരു പ്രാർത്ഥന നടത്താൻ ഒരു സത്യവിശ്വാസിയല്ലേ. ഞാൻ പറഞ്ഞില്ല, ആ പ്രാർത്ഥനയിൽ 5 പോയിന്റ് ഉണ്ട്. അത് അപ്പോഴേ പ്രാർത്ഥിക്കാനാവുള്ളൂ. മയ്യത്ത് നിസ്കാരത്തിലും പ്രാർത്ഥിക്കാനും ചില ന്യൂനപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാലും അപ്പൊ ആ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ മുടക്കണ്ട. തീരെ പരിചയമൊന്നുമില്ല, എൻ്റെ സുഹൃത്തിന്റെ ബന്ധുവാണ്. അപ്പൊ ആ നിനക്ക് സുഹൃത്തിനോടുള്ള ബന്ധത്തിലാണ് പോകുന്നത്.
നിസ്കരിക്കാൻ പോയാൽ മതി. നീ പോയി കണ്ടു, വിരോധമില്ല, തടയേണ്ടതില്ല. ചോദിക്കുന്നവർ ആഗ്രഹം പ്രകടിക്കുന്നതിന് മടക്കി അയക്കേണ്ടത്. സ്ത്രീകൾ കാണണം എന്നൊരാൾ ഉദ്ദേശിച്ചാൽ കാണിച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ. ഇഷ്ടം പോലെ കാണിച്ചു കൊടുക്കേണ്ടതില്ല. ഒരാൾക്ക് കാണണമെന്ന് തോന്നി കാണിച്ചു കൊടുക്കാം. മയ്യിത്ത് കാണുമ്പോൾ ഉണ്ടാകുന്ന സംഗതി എന്താണ്? മയ്യിത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അത് ലഭിക്കുന്നു എന്നത് നമുക്കൊരു പരലോക വിഷയത്തിന്റെ അതുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് ചോദിക്കുന്നവനെ മടക്കി അയക്കേണ്ടതില്ല. കാണാൻ താല്പര്യമില്ലാത്ത ഒരാളെ വിളിച്ച് കാണിച്ചു കൊടുക്കേണ്ടതില്ല. വേണമെങ്കിൽ കണ്ടോട്ടെ. ആ മുസ്ലിം ആ നാട്ടിൽ ഇയാളോടൊപ്പം പരിചയമുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ ഇയാളെ വീട്ടിൽ ജോലി ചെയ്ത ആളായിരിക്കും, ഒപ്പം ജോലി ചെയ്ത ആളായിരിക്കും. എന്താ വിരോധം? അങ്ങേറ്റ് ഇനി ആ മുഖം കാണുമല്ലോ. അയാൾ പ്രാർത്ഥിച്ചോ ഇല്ലെന്നല്ലത്, കാണിച്ചു കൊടുക്കുന്നതിന് എന്താണ് കുഴപ്പം? അതാണ് ഒരു താല്പര്യം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ മുസ്ലിങ്ങളല്ലാത്തൊരു അമുസ്ലിം സുഹൃത്ത് മരണപ്പെട്ടു. നമുക്കേറെ പരിചയമുള്ള, അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തുള്ള, അല്ലെങ്കിൽ മതരംഗത്ത് വളരെ സ്ട്രോങ് ആയിരുന്നു. പക്ഷെ അയാളെ കൊണ്ട് ഒരു നാട്ടിന് ഒരുപാട് മാറ്റം, ഹെഡ് മാസ്റ്റർ ആയിട്ടോ പ്രിൻസിപ്പൾ ആയിട്ടോ അല്ലെങ്കിൽ ആ രീതിയിൽ ജോലി കൊണ്ട് നാട്ടിന് പുരോഗതി ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. എന്താ കാണുന്നത്? മുസ്ലിം അല്ലേ, പ്രാർത്ഥിക്കാൻ പാടില്ല. അതാ പ്രധാനമായിട്ട്. പാപമോചനത്തിനുള്ള തേട്ടം മുസ്ലിമിന് മാറി പറ്റും, കാണുന്നതിന് വിരോധമില്ല. ഇനി അങ്ങനെ ഒരു മുസ്ലിം മരിച്ചിട്ട് മറമാടാൻ ആളുമില്ലെങ്കിൽ അപ്പണി കൂടി മുസ്ലിം സമുദായം ഏറ്റെടുത്ത് നടത്തും വേണം. അതിലേക്ക് വരുന്നുണ്ട് മസലൊക്കെ പാടാൻ. പിന്നീട് കൂടിക്കാലം വെച്ചിട്ടാണ് ഞാൻ പറയാത്തത്. പിന്നീട് വരും. കുടിപ്പിക്കുന്നതിന്റെ രീതി നമുക്ക് പിന്നീട് പറയാം ഇൻഷാ അല്ലാഹ്. അത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. മയ്യിത്ത് നമസ്കാരം അറിയല്ലോ. ഒന്നാമത്തെ തക്ബീറിന് ശേഷം സൂറത്തുൽ ഫാത്തിഹയും, രണ്ടാമത്തെ തക്ബീറിന് ശേഷം അത്തഹിയാത്തിന് ശേഷം നമ്മൾ ചൊല്ലുന്ന അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ തൊട്ട് ഇന്നക ഹമീദും മജീദ് വരെയുള്ള ഇബ്രാഹിമി സ്വലാത്തും, മൂന്നാമത്തെ തക്ബീറിന് ശേഷം നാലാമത്തേതിന്റെ ശേഷവും മയ്യിത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും. മൂന്നാമത്തെ പ്രാർത്ഥനയാണ് കുറച്ച് അല്പം നീണ്ടു നിൽക്കുന്നത്. നാലാമത്തേത് ചെറിയ പ്രാർത്ഥനയാണ്. 4 തക്ബീറുകൾക്ക് ശേഷം സലാം കിട്ടാവുന്നതാണ്. സലാം വീട്ടൽ 1 ആകാം 2 ആകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് മാത്രം പറഞ്ഞാൽ മതി. വബറകാതുഹു ചേർക്കേണ്ടതില്ല എന്ന് പണ്ഡിതരമം പറയുന്നു. ഇമാം നബവി അൽ അദ്കാറിൽ അതിന് രേഖയില്ല എന്ന് രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 1 സലാമോ 2 സലാമോ, രണ്ടിന് ഹദീസിൽ കൃത്യമായ തെളിവുണ്ട്. 2 സലാം കിട്ടാം, 1 സലാം കൊണ്ട് അവസാനിപ്പിക്കാം. മയ്യിത്ത് നമസ്കാരത്തിന് ആ ഒരു ഇളവ് ശരീഅത്തിൽ അംഗീകരിച്ചിട്ടുള്ള. 4ാമത്തെ തക്ബീറിന്റെ ശേഷമുള്ള പ്രാർത്ഥന ഒരാൾ ഒഴിവാക്കിയാൽ അതിന് വിരോധമില്ല എന്ന് പണ്ഡിതന്മാർ പറയും. 3 പേരുള്ളത് നന്നായി ചൊല്ലണം. 4ാമത്തേതും ചൊല്ലാം. അല്ലാഹുമ്മ ലാ തഹ്രീംനാ അജ്റഹു, വളരെ കുറച്ച്. അപ്പോൾ അത് നമ്മൾ പഠിക്കണം. മരിച്ചിട്ട് പോയി പഠിക്കാൻ കഴിയില്ല. അത് പഠിച്ചുകൊണ്ടിരിക്കണം, പഠിച്ചു വെച്ചിരിക്കണം. ശരി, മയ്യിത്തുമായി ബന്ധപ്പെട്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെ പോകാൻ പുറത്തേക്ക് കുളിപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ തൈമം ചെയ്ത് കൊടുക്കണമെന്ന് ഞാൻ പറയുകയില്ല. ആക്സിഡന്റ് മയ്യിത്ത് ഒരു നിലക്കും കുളിപ്പിക്കാൻ പറ്റില്ല. കുളിപ്പിച്ചു കഴിഞ്ഞാൽ ആകെ വിഷമാണ്. അപ്പൊ തൈമം ചെയ്തിട്ടാണ് കഫൻ ചെയ്യാം. പള്ളിയിൽ കയറ്റിയാൽ പള്ളിയിൽ വെച്ച് തന്നെ മയ്യിത്ത് നിസ്കാരമാകും എന്ന് ശരീരത്തിലില്ല. പള്ളിയിൽ വെച്ചു ആകാം, പുറത്തു വെച്ചു ആകാം. പ്രവാചകന്റെ കാലഘട്ടത്തിൽ 90% മയ്യിത്ത് നിസ്കാരങ്ങൾ നടന്നത് പള്ളിക്ക് പുറത്താണ്. ശരി, ശരീരത്തിൽ എന്ത് പറയുന്നു? പള്ളിക്കുള്ളിലും ആവാം, പുറത്തു ആകാം. ഈദ്ഗാഹ് പോലെ പ്രത്യേക നിസ്കരിക്കാനുള്ള ഇടമുണ്ടെങ്കിൽ അതൊക്കെ പള്ളിക്ക് പുറത്താണ് നല്ലത്. പള്ളി വൃത്തികേടാവാതിരിക്കാൻ ഏറ്റവും ഹൈറുമാണ്. ഇനി പള്ളിയിലേക്ക് കയറിയില്ല, മാറാരി രോഗങ്ങൾ പിടിപെട്ട്, കൊറോണ പോലത്തെ പിടിപെട്ട് നമുക്ക് അനുഭവമുണ്ട്. അല്ലെങ്കിൽ ദുരന്തത്തിൽ മരണപ്പെട്ടതുപോലെ പീസുകളായി മാറി, അതൊക്കെ പുറത്ത് വെച്ച് നിസ്കരിക്കണം. പള്ളിക്കുള്ളിൽ കയറ്റിയില്ലല്ലോ എന്നതിൽ കുടുംബം സങ്കടപ്പെടേണ്ടതില്ല. അതൊക്കെ റബ്ബ് നേരത്തെ തീരുമാനിച്ചു വെച്ചതാണ്. ഓരോരുത്തരുടെയും ഉമ്മയുടെ ഗർഭാശയത്തിൽ 4 മാസം
ഗർഭമാകുമ്പോൾ ജീവൻ ഊതപ്പെടുന്ന സമയത്ത് അള്ളാഹു നിശ്ചയിച്ച കാര്യങ്ങളുണ്ട്. അത് ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയതാണ്. അതനുസരിച്ചേ വരുള്ളൂ. അത് ശരിയായില്ല, അങ്ങനെയായി ഇങ്ങനെയായി എന്നൊന്നും നമ്മൾ വിലയിരുത്തി മാർക്കിടരുത്. അത്രേ ഉള്ളൂ. വെള്ളം കിട്ടാതെ വരാൻ ചിലപ്പോ ചില നാടുകളിൽ മയ്യത്ത് കുളിപ്പിക്കാൻ പോയിട്ട് കുടിക്കാനും അത്യാവശ്യങ്ങൾക്കും വരെ വെള്ളമില്ലാത്തൊരു നാട്ടിലൊരു മയ്യത്തുണ്ട്. അപ്പോഴും തേമം ചെയ്യാം. ജീവിച്ചിരിക്കുന്ന ആളുകൾ എങ്ങനെയാണോ തേമം ചെയ്യുന്നത്, കുളിക്ക് പകരവും ഉദുവിന് പകരം അതേ തേമം തന്നെയാണ് മയ്യത്തിനും എടുത്തു കുടിക്കേണ്ടത്. രണ്ട് കൈകൾ കൊണ്ട് മണ്ണിലടിച്ച് മുഖവും മുൻകൈകളും തടവുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെള്ളം കിട്ടാതെയാണ് ഒരു കാര്യം, വെള്ളം കിട്ടാതെയാണ് തേമം ചെയ്ത് കൊടുത്തതെങ്കിൽ അങ്ങനെ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് കബറടക്കാൻ കൊണ്ടുപോകുന്ന വഴിക്ക് കബറിന്റെ അടുത്തെത്തുന്നതിന്റെ മുമ്പ് വെള്ളം കിട്ടിയാൽ ആ കഫക്കുടവ അഴിച്ചു മാറ്റി കുളിപ്പിച്ചിട്ട് വീണ്ടും കഫൻ പൊതിഞ്ഞ് വെക്കണം. തേമം ചെയ്ത് വെള്ളം കിട്ടാതെ തേമം ചെയ്ത് മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് കബറടക്കം കഴിഞ്ഞിട്ടാണ് വെള്ളം കിട്ടിയതെങ്കിൽ കബർ മാറ്റാൻ പാടില്ല. എന്താ പറഞ്ഞു? അതെ, അത് മയ്യത്ത് ബന്ധുവാണെങ്കിൽ ബന്ധപ്പെട്ടവരുടേതാണെങ്കിൽ അതിന്റെ മുമ്പാണ്. അന്യ മയ്യത്താണെങ്കിൽ ചെയ്ത ശേഷമാണ്. രാത്രിയിൽ മറമാടാൻ പറ്റുന്നതില്ല. രാത്രിയേക്കാൾ നല്ലത് പകലാണ്. പകലിൽ ആളുകൾ കൂടുതൽ അവർക്ക് മയ്യത്തിനോടൊപ്പം തസ്ബീഹിനും മറ്റും നിസ്കരിക്കാൻ പോകാൻ ഇത്തിബാഉൽ ജനായിസിനൊക്കെ സൗകര്യപ്പെടുമെന്നതുകൊണ്ട് പകലാണ് നല്ലതെന്ന് ഇമാം നവവി ശറഹ് മുസ്ലിമിന്റെ രേഖപ്പെടുത്തുന്നു. എന്നാൽ രാത്രിയിൽ മറമാടേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് വിരോധമില്ല. റസൂലുള്ളാഹിനെ മറമാടിയത് എപ്പോഴാ പറയും? കൂടെ ഉണ്ടെന്ന് പറയുന്നത് എപ്പോഴാണ് നബിയെ മറമാടിയത്? പകലിലെ രാത്രിയിലാണ്? അല്ല, രാത്രിയിലാണ്. തിങ്കളാഴ്ച റസൂലുള്ളാഹി മരിക്കുന്നു. ചൊവ്വയും കഴിഞ്ഞ് ബുധനാഴ്ച രാത്രിയിൽ പകുതി പാതിരാ സമയത്താണ് റസൂലുള്ളാഹിനെ മറമാടുന്നത്. അങ്ങനെയാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ മറമാടിയത് രാത്രിയിലാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ മറമാടിയത് രാത്രിയിലാണ്. ഫാത്തിമ ബീവിയെ മറമാടിയത് രാത്രിയിലാണ്. ആയിഷ റളിയല്ലാഹു അൻഹയെ മറമാടിയത് രാത്രിയിലാണ്. നിരവധി തെളിവുകൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് മയ്യത്ത് കബറടക്കം മറമാണ് പകലിലുമാകാം രാത്രിയിലുമാകാം. നല്ലത് പകലാണ് എന്നതുകൊണ്ട് രാത്രിയിൽ അതിൽ തകരാറൊന്നും ഇല്ല. നേരത്തെ പറഞ്ഞ അസ്രിയൂവിൽ ജനാസ കൊണ്ട് വേഗത്തിൽ ജനാസയെ കബറടക്കും. നല്ല മയ്യത്താണെങ്കിൽ സ്വീകരിക്കാൻ തയ്യാറായി റഹ്മത്തിന്റെ മലായിക്കത്തുകൾ കാത്തിരിക്കുന്നു. അതല്ല മോശപ്പെട്ടവൻ്റെതാണെങ്കിൽ നിങ്ങളുടെ പിരടിയിൽ നിന്നൊരു ചുമടങ്ങ് ഒഴിവാക്കി കളയാമല്ലോ. ഹദീസ് അബൂ ഹുറൈറ, ബുഖാരി, മുസ്ലിം. രാത്രിയിലാകാം പകലിലുമാകാം. നല്ലത് പകലാണ്, ആളുകളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. എന്നാൽ രാത്രി ആയതുകൊണ്ട് വിഷമമാണ്. അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും, ഉണ്ടാകുന്നിടത്ത് ഇത് നടക്കും. മയ്യത്ത് നമസ്കാരത്തിന് ആളുകളെല്ലാം പള്ളിയിലെത്തി, അല്ലെങ്കിൽ മയ്യത്ത് നിസ്കരിക്കുന്ന സ്ഥലത്തെത്തി. എല്ലാം കഴിഞ്ഞിട്ടാണ് നിസ്കാരം തുടങ്ങിയത്. കഴിഞ്ഞോ ബാക്കിൽ നിന്ന് അറിയിക്കണമെന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയതിന് ശേഷമാണ് ഒന്നോ രണ്ടോ നാലോ ആളെത്തിയെന്ന് വിചാരിക്കുക. സ്വാഭാവികമായും തുടങ്ങിക്കഴിഞ്ഞ മയ്യത്ത് നിസ്കാരം പൂർത്തിയാവും. ഇവർക്ക് എല്ലാ തക്ബീറും കിട്ടണമെന്നില്ല. എത്ര തക്ബീർ നഷ്ടപ്പെട്ടോ അത്രയും തക്ബീറുകൾ മയ്യത്ത് ഉയർത്താതെ അവർക്ക് വേണ്ടി കാത്തുവെക്കണം. അവരത് മടക്കുകയും വേണം. ഫർദ് നമസ്കാരത്തിൽ റക്അത്തുകൾ നഷ്ടപ്പെട്ടാൽ സലാം കിട്ടിയ ശേഷം മടക്കുന്ന അതേ ഹുക്മിൽ ഈ തക്ബീറുകൾ മടക്കുക, എന്നിട്ട് മയ്യത്ത് ഉയർത്താം. ബാങ്കിന്റെ ഇഖാമത്തിന്റെ സമയമാണ്, ഫർദ് നമസ്കാരത്തിന്റെ സമയമാണ്. മയ്യത്ത് പള്ളിയിലെത്തി. മയ്യത്ത് ഒരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ട് ഫർദ് നമസ്കാരം ആദ്യം. ഫർദ് സുന്നത്ത് കൂടി വന്നാൽ ഫർദിനെ മുന്തിക്കണമെന്നാണ് ഉസൂലി പണ്ഡിതർ
ഇവിടെ ഇത് ഫർദ് കിഫയാണ്, ഫർദ് ഐനാണ് നിസ്കാരം. ഫർദ് നിസ്കാരം, 5 വക്ത് നിസ്കാരം, ജുമാ നിസ്കാരം ഒക്കെ ഫർദ് ഐനാണ്. എന്നാൽ മയ്യിത്ത് നിസ്കാരം ഫർദ് കിഫയാണ്. ഫർദ് 2-ൽ ഐനിനാണ് മുൻഗണന കൊടുക്കേണ്ടതെന്ന് പണ്ഡിതന്മാർ. അതുകൊണ്ട് ഫർദിന്റെ നമസ്കാര സമയത്താണ് മയ്യിത്തെങ്കിൽ ആദ്യം ഫർദ്, അത് കഴിഞ്ഞിട്ട് മയ്യിത്ത്. അതിനുള്ള ഒരു ഗുണം അറിയാം, ഒരുപാട് ആളുകൾ അതിൽ നിങ്ങൾ ഹറമിലൊക്കെ നോക്കായിരുന്നു, എല്ലാ വകത്തുകൾക്കും നമസ്കാരം ഉണ്ടാവും. ശരി, ഇതിന്റെ ഒന്നിനും ടൈമിലല്ല. ഒരു 3 മണിക്കാണ് മയ്യിത്ത്, 2 മണിക്കാണ് മയ്യിത്ത് വന്നത്. ചിലപ്പോൾ വേഗത്തിൽ മറമാറേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെയാണ് സൗകര്യങ്ങളൊക്കെ ആയത്. അപ്പൊ എന്ത് വേണം? അപ്പൊ നിസ്കരിച്ചവരുണ്ട്, നിസ്കരിക്കാത്തവരുണ്ട്. നിസ്കരിച്ചവരും കൂട്ടത്തിലുണ്ട്, നിസ്കരിക്കാത്തവരുണ്ട്. നിസ്കരിച്ചവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. അങ്ങനെ വരുമ്പോൾ മയ്യിത്ത് നിസ്കാരം ആദ്യം നിർവഹിക്കുക. മയ്യിത്തിനെ നിസ്കരിച്ചവർ കൊണ്ടുപോയി മറമാടാനുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക. നിസ്കരിക്കാത്തവർ മയ്യിത്ത് നമസ്കാരത്തിന് ശേഷം ജമാഅത്തായി നമസ്കാരം കഴിഞ്ഞിട്ട് അവർ മറ്റേ കർമ്മങ്ങളിലേക്ക് പോകും. ഒരു മയ്യിത്തിന് ചിലപ്പോ 2 നമസ്കാരം കൂടി വരും. കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു മസ്അല? ചിലപ്പോൾ 2 വട്ടം നിസ്കരിക്കേണ്ടി വരും. വീട്ടിൽ നിസ്കരിക്കുന്നു, വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നു, ഒറ്റക്കായി നിസ്കരിക്കാം, ജമാഅത്തായി നിസ്കരിക്കാം. സ്ത്രീകളും പുരുഷന്മാരും, ആണാണ് ഇമാമെങ്കിൽ പിന്നിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നിസ്കരിക്കാം. പെണ്ണാണ് ഇമാമെങ്കിൽ കൂടെ ആണുങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റില്ല, പെണ്ണുങ്ങൾക്ക് മാത്രമേ. മയ്യിത്ത് കുറഞ്ഞ ആളുകളെ ഉള്ളെങ്കിൽ 40 ആളുകൾ അള്ളാഹുവിനോട് തേടിയാൽ ശിർക്ക് ചെയ്യാത്ത, 100 ആളുകൾ അള്ളാഹുവിനോട് തേടിയാൽ ശിർക്ക് ചെയ്യാത്ത. 2 രീതിയിൽ ഹദീസ് മുസ്ലിമുണ്ട്. അള്ളാഹു പുറത്തു കൊടുക്കുന്നു. അപ്പൊ ആണിന് നിസ്കരിക്കാം, പെണ്ണിന് നിസ്കരിക്കാം. മയ്യിത്തിനെ ഫോളോ ചെയ്യൽ, അനുഗമിക്കൽ പെണ്ണിന് പാടില്ല, ആണുങ്ങൾക്ക് മാത്രമേ പറ്റൂ. അവര് നേരത്തെ പള്ളിയിലുള്ള സ്ത്രീകളാണെങ്കിൽ, നേരത്തെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ജമാഅത്തിൽ ഈ മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുന്നതിന് പള്ളിയിൽ വെച്ച് കൊടുക്കുന്നതാണ്. പെണ്ണുങ്ങളാണ് ഇമാമെങ്കിൽ പെണ്ണ് കയറി നിൽക്കാൻ പറ്റില്ല, സ്വപ്പ് തന്നെ നിന്നാൽ മതി. ഭാഗത്ത് സ്വപ്പ് തന്നെ നിന്നാൽ മതി. പെണ്ണാണുങ്ങൾ കയറി നിൽക്കും പോലെ കയറി നിൽക്കാൻ പാടില്ല. ആണിന്റെ കഴുത്തു ഭാഗത്തും പെണ്ണിന്റെ മധ്യഭാഗത്തുമാണ് ഇമാമ നിൽക്കേണ്ടത്. ആണിന്റെ പിന്നിലാണെങ്കിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നിൽക്കാം. പെണ്ണുങ്ങൾ മാത്രമാണെങ്കിൽ ആണുങ്ങൾ അവരുടെ കൂടെ നിസ്കരിക്കാൻ പാടില്ല. വീട്ടിൽ പെണ്ണുങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരാള്, അവിടെ ആരും ആണുങ്ങളില്ല, അല്ല, അവർക്ക് നിസ്കരിക്കാൻ അറിയില്ല. സ്ത്രീകൾക്ക്, പെണ്ണുങ്ങളെ കൂട്ടത്തിൽ അതൊക്കെ പെണ്ണുങ്ങൾക്ക് അറിയണം. വലിയൊരു സംഗതി ഒന്നും അല്ലല്ലോ. എത്ര ആളുകൾ മരിക്കുന്നു. ഒരു മയ്യിത്തിന് ചെയ്യാൻ കഴിയുന്ന വലിയ സംഗതിയല്ല മയ്യിത്ത് നിസ്കാരം എന്നുള്ളത്. തസ്ബീഹിന്റെ വകുപ്പ് സ്ത്രീകൾക്ക് ലഭിക്കില്ല, കൂടെ നടക്കുന്ന വകുപ്പ് ലഭിക്കില്ല. അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സംഗതി ഈ ആത്മാർത്ഥമായ മയ്യിത്ത് നിസ്കാരം. അത് നമ്മുടെ സഹോദരങ്ങൾ പഠിക്കുന്നു. എന്നിട്ട് ഇമാമത്ത് നിൽക്കണം, കയറി നിൽക്കേണ്ടല്ലോ, സ്വപ്പ് തന്നെ നിന്നാൽ മതിയല്ലോ. ഉള്ളത് കൊണ്ട് 3 സ്വപ്പാണ്. അതാണ് പറയുന്നത്. കുറഞ്ഞ ആളുകളെ ഉള്ളെങ്കിൽ ആണിനാകട്ടെ പെണ്ണുങ്ങളാകട്ടെ, മയ്യിത്തിന്റെ ഒപ്പം കുറഞ്ഞ ആളുകളെ ഉള്ളെങ്കിൽ ഉള്ളത് കൊണ്ട് 3 സ്വപ്പായിരിക്കും. അതിന്റെ ഹിക്മത്ത് എന്താണെന്ന് അറിയില്ല. 3 ആക്കണം റസൂൽ. ഒരു മയ്യിത്തിന് തന്നെ നിരവധി നമസ്കാരങ്ങൾ, കൂട്ടം ഓരോരുത്തർ വന്ന് നിസ്കരിക്കാം, കൂട്ടത്തോടെ വന്ന് നിസ്കരിക്കാം. റസൂലുള്ളാഹിന്റെ മയ്യിത്ത് നിസ്കാരം തിങ്കളാഴ്ച മരണപ്പെട്ട റസൂലുള്ളാഹിക്ക് തിങ്കളും ചൊവ്വയും ബുധൻ പകലും ബുധൻ രാത്രി മയ്യിത്ത് എടുക്കുന്നത് വരെ ഒരുപാടാണ്. അധികം ഒറ്റക്കൊറ്റക്കായി നിസ്കരിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഒറ്റക്കൊറ്റക്ക് നിസ്കരിക്കലാണോ ജമാഅത്തായി നിസ്കരിക്കലാണോ നല്ലത്? ഒറ്റക്കൊറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ അഫ്ളൽ ജമാഅത്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഫർദ് നിസ്കാരങ്ങൾക്ക്. അത് തന്നെയാണ് ഇതിന്റെയും വകുപ്പ് എന്നാണ് ഇമാം നവവി ശറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നത്. ശരി, തക്ബീറുകൾ നഷ്ടപ്പെട്ടവർക്ക് വീണ്ടും തക്ബീറുകൾ എടുക്കാനായി മയ്യിത്ത് പൊക്കാതെ കാത്തിരിക്കണം. എന്നിട്ട് കബറടക്കാൻ വേണ്ടി എടുത്ത് കബറിന്റെ അടുത്തെത്തിയപ്പോൾ ഒരു 10 ആൾ വന്നു, ഞങ്ങൾ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അവർക്ക് കബറടക്കത്തിന്റെ ശേഷം നിസ്കരിക്കാം, അല്ലെങ്കിൽ കബറടക്കത്തിന്റെ മുമ്പ് നിസ്കരിക്കാം. അതും ജമാഅത്തായി നിസ്കരിക്കാം. കബറടക്കം കഴിഞ്ഞിട്ടാണ്
ഒരു ടീം വന്നാൽ അവർ മയ്യത്തിന്റെ കബറിന്റെ അടുത്ത് വെച്ച് നിസ്കരിക്കും. കിബിലക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് നിസ്കരിക്കും. ജമാഅത്ത വിരോധമില്ല. എത്ര കാലം വാപ്പ മരിച്ചപ്പോ മകൻ ഗൾഫിലേക്ക് നീട്ടിവെക്കാൻ പാടില്ല എന്ന ഹദീസ് അനുസരിച്ച് വാപ്പാനെ മയ്യത്ത് മറമാടി. മകൻ ഒരാഴ്ച കഴിഞ്ഞ് നാട്ടിലെത്തി. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത് ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ ഏറ്റവും വലിയ സംഗതി പിന്നെ പലതും സ്വാലിഹുൻ യദൂനഹു. ഹദീസ് 3 കാര്യങ്ങൾ പറഞ്ഞതിലൊന്നാണ് നമുക്കറിയാം. പക്ഷെ ഈ മോനെ നിസ്കരിക്കാൻ പറ്റുകയില്ലേ ചോദിക്കുന്നു. നിങ്ങൾ ഉത്തരം പറയും. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് മോനെത്തുന്നത്, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടാണ് എത്തുന്നത്. സ്വന്തം വാപ്പയാണ്. അവിടെ വെച്ച് കൂട്ടുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് വായുവായ നിസ്കാരം നിസ്കരിക്കാൻ അല്ല സുന്നത്ത്, മറിച്ച് കബറിന്റെ അടുത്ത് വന്നിട്ട് നിസ്കരിക്കാനാണ് സുന്നത്ത്. മദീനയിലെ പള്ളി അടിച്ചുവാരിയിരുന്ന പെണ്ണാണ് അല്ലെങ്കിൽ ആണ് 2 റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. ആ പെണ്ണ് മരിച്ചപ്പോൾ അവരുടെ റസൂലുള്ളാഹിനെ അറിയിക്കാതെ ഇവർ മയ്യിത്ത് മറന്നു. രാത്രിയിലായിരുന്നു സംഭവമെന്നും റസൂലുള്ളാഹി ഉറങ്ങിക്കിടക്കുന്നത് കൊണ്ട് ഉണർത്തേണ്ടതില്ലെന്നും അവർ തീരുമാനിച്ചു. പിന്നെ റസൂലുള്ളാഹി ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് 1 മാസം കഴിഞ്ഞിട്ടാണ് ഹദീസ്. അല്ല, ഈ പള്ളി അടിച്ചു വരുന്ന പെണ്ണയുടെ അവര് മരിച്ചു. എപ്പോ? അതൊരു മാസമായിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു കബർ കാണിച്ചു തരും. അപ്പൊ നമസ്കരിച്ച റസൂലുള്ളാഹിക്ക് നിസ്കരിക്കാത്ത റസൂലുള്ളാഹിക്ക് കബർ കാണിച്ചു കൊടുക്കാൻ പോയപ്പോ ഒരു സംഘം സഹാബത്ത്, ഒരു സംഘം എന്ന ഹദീസുകളിൽ അവർ ഉദ്ദേശിക്കുന്നത് ഒരു 5-10 പേര് നബിയോടൊപ്പം. നബി ആ പെണ്ണിന് വേണ്ടി നിസ്കരിച്ചു, അല്ലെങ്കിൽ ആണിന് വേണ്ടി നിസ്കരിച്ചു. നബിന്റെ പിന്നിൽ ഈ 10 ആളും അല്ലെങ്കിൽ നബിയോടൊപ്പം ഉള്ളവരും നിസ്കരിച്ചു. ജമാഅത്തായിട്ടാണ് മയ്യിത്ത് നിസ്കാരം നിർവഹിച്ചത് എന്നും പ്രസിദ്ധ റിപ്പോർട്ട്. അവിടെ പണ്ഡിതന്മാർ പറയുന്നത് ആദ്യം നമസ്കരിച്ച പലരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവർ 2 തവണ നിസ്കരിച്ചു. അപ്പോൾ അത് ഹറാമാണ് എന്ന് പറയാൻ പറ്റില്ല. വീട്ടില് പെണ്ണുങ്ങൾക്ക് ഇമാമായ ആള് പള്ളിയിൽ വന്ന് നിസ്കരിച്ചാൽ അത് തെറ്റാണെന്ന് പറഞ്ഞുകൂടാ. പക്ഷെ നബിച്ചേറ്റേ അല്ല. 2 വട്ടം നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതില്ല. അങ്ങനെ ഒരു ആവശ്യഘട്ടം വന്നാൽ ആവാം. ഒരു മയ്യിത്തിന് സാധാരണ നിലയ്ക്ക് എത്ര നിസ്കാരമാണ് ഒരാൾ നിർവഹിക്കേണ്ടത്? 1. ചില സന്ദർഭത്തിൽ ചിലപ്പോൾ 2 വേണ്ടി വന്നാലാകും. ആ ജീവിതത്തിൽ ചില സന്ദർഭത്തിൽ അങ്ങനെ വരല. 1 നബിച്ചേറ്റും. കാലാവധി എത്രയാണ്? 1 ശഹ്റെന്ന്. അതുകൊണ്ട് പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം പറയുന്നത് 1 മാസത്തിന്റെ ഉള്ളിൽ വരെ അവരെ അടുത്ത് പോയി നിസ്കരിക്കാം. മറ്റൊരു വിഭാഗം പറയുന്നത് 1 മാസം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചത്, അല്ലാതെ ഒരു കൃത്യമായ കാലാവധിയെ കുറിച്ച് പദപ്രയോഗമല്ല നടത്തിയത്. എത്ര കാലഘട്ടമായാലും വേണ്ടില്ല എന്ന് പറഞ്ഞവരുണ്ട്. ഇതൊക്കെ അടക്കിക്കൊണ്ട് പണ്ഡിതന്മാരിൽ ഒരു പക്ഷം പറയുന്നത് ആ വ്യക്തിയെ ഓർമ്മിക്കുന്ന സമയം 1-2 മാസം അങ്ങനെയൊക്കെ കൃത്യമായ സമയം ഇത്ര ദിവസങ്ങൾക്കുള്ളിലേ പാടുള്ളൂ എന്ന് പറയാൻ ശരിയെങ്കിൽ തെളിവില്ല. എന്നാൽ വളരെ കാലം കഴിഞ്ഞിട്ട് പിന്നീട് അത് നിസ്കരിക്കുകയും തെളിവില്ല. റസൂലുള്ളാഹിക്ക് മയ്യിത്ത് കുറിച്ച് ആരെങ്കിലും ഉണ്ട് ഈ കൂട്ടത്തിൽ? ഉണ്ടാവും. നബിക്ക് മുഹമ്മദ് നബിക്ക് മയ്യിത്ത് നിസ്കാരം നടത്തി ആരെയുണ്ടോ? അവിടെ പോയിട്ട് അബൂബക്കർ സിദ്ദീഖിനുണ്ടാവും. ലാഭം എന്താ? ഓരോ കാലം കഴിഞ്ഞാൽ അങ്ങനെ സംഭവം ശരിയായിട്ടില്ല. എന്നാൽ കുറഞ്ഞ കാലത്തിലാണെങ്കിൽ അതിന് വിരോധമില്ല എന്നും പറ്റില്ല. ഇരിക്കണം. ഞാൻ നിന്ന് വിളിച്ചോട്ടെ. വലിയ പേടിയ ഈ കാര്യത്തിൽ എന്തെങ്കിലും മറിഞ്ഞാൽ ആ ഒരു സുന്നത്ത് പിന്നെ കഴിഞ്ഞ മറക്കൂല. മറഞ്ഞ മയ്യിത്തിന് നിസ്കരിക്കുന്നതിന്റെ ഹുക്മെന്താ? ഇമാം ഷാഫി റഹിമഹുല്ലാഹ് അത് സുന്നത്തെന്ന് പറയുന്നു. കേരളത്തിൽ അങ്ങനെ കത്തുകൾ അടിച്ചുകൊണ്ട് മയ്യിത്ത് കബറടക്കി നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ കൊണ്ടുപോകാൻ പ്രത്യേകം ഏർപ്പാട് ചെയ്യുന്നു. അതിൽ നബിചര്യയില്ല. ഷാഫി മദ്ഹബിൽ അത് സുന്നത്താണെങ്കിലും നബിചര്യയല്ല.
കബറിന്റെ അടുത്തേ ഉള്ളൂ. ഈ പെണ്ണിന്റെ നിസ്കാരം നബി മദീനത്തെ പള്ളിയിൽ വെച്ചല്ല, ഫദുല്ലൂനി അലാ ഖബരിഹ, ഖബറിന് കാണിച്ചു തരുന്ന ഹദീസ്. എന്താ മനസ്സിലാവുന്ന ഹദീസ് എന്ന്? പള്ളിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിച്ചാൽ പോലെങ്കിൽ നബിക്ക് അവിടെ വെച്ച് നിസ്കരിച്ചാൽ പോലെ. ദുല്ലൂനി അലാ ഖബരിഹ, ഇരുട്ടുള്ള ഖബർ നബിന്റെ നിസ്കാരത്തോട് കൂടി പ്രകാശപൂരിതമായി ഹദീസിന്റെ അവസാനത്തിലുണ്ട്. അപ്പൊ അഥവാ പറ്റിയിട്ടില്ലേ പിന്നെ നിസ്കരിക്കുന്നത് ഖബറിന്റെ അടുത്തായിരിക്കണം. പള്ളികൾ തോറുള്ള നിസ്കാരത്തിന് ഗൾഫിലെ സുഹൃത്തുക്കളെ വെച്ചിട്ട് ഇവിടെ വൈദ്യുതി നമസ്കരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. പള്ളിയിൽ വെച്ചിട്ട് അവിടെ സുഹൃത്ത് മരിച്ചിട്ട് ഇവിടെ വെച്ചിട്ട് പള്ളിയിൽ വെച്ച് നമസ്കരിക്കണം. അതെങ്ങനെയാണ് എൻ്റെ? അതാണ് ഞാൻ ഈ പറഞ്ഞ വകുപ്പ് പ്രകാരം അതിന് സുന്നത്തിൽ രേഖയില്ല. ഇമാം ഷാഫി പറഞ്ഞതനുസരിച്ച് കേട്ടോ, ഇത് നല്ലതാണ് ഈ ഉണർത്ത്. ഇമാം ഷാഫി പറഞ്ഞത് നജാശി രാജാവ് എത്യോപ്യയിൽ മരണപ്പെട്ടു. ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ട് പ്രകാരം നിങ്ങളുടെ സഹോദരൻ എത്യോപ്യയിൽ വെച്ച് മരണപ്പെട്ടിരിക്കുന്നു. മരിച്ച അന്ന് എന്നെ വിവരം അറിയിച്ചത്. ഒരു മാസക്കാലം അങ്ങോട്ടും ഒരു മാസക്കാലം ഇങ്ങോട്ടും, 2 മാസം കൊണ്ട് ഒരാൾക്ക് എത്യോപ്യയിൽ അന്ന് നബിന്റെ കാലത്ത് പോയി വരാൻ കഴിയും. നബിക്കോ സഹാബത്തിനോ പോകാൻ കഴിയോ? ഇല്ല. ആ മരിക്കിനെ പറ്റി പറഞ്ഞത് ഇന്നഹാക്കും അത് അറിയിക്കും. നിങ്ങൾ സഹോദരൻ മരിച്ചത് നിങ്ങൾ മുസ്ലിങ്ങൾ ജീവിക്കുന്ന മഹലിൽ വെച്ചല്ല, മുസ്ലിങ്ങൾ അല്ലാത്തവരുടെ നാട്ടിൽ വെച്ചാണ്. ജിബ്രീൽ അറിയിക്കുകയാണ് മുഹമ്മദ് നബിനെ. നബി സഹാബത്തിനെ അറിയിക്കുന്നു, ഓയ്വായ നിലക്ക് മയ്യിത്ത് നിസ്കാരം നടത്തുന്നു. മയ്യിത്ത് മുമ്പിലുണ്ടോ? ഇല്ല. ഇതിന് പണ്ഡിതന്മാർ പറയുന്നത് അവിടെ ഇസ്ലാമിക മര്യാദകൾ പ്രകാരം മയ്യിത്ത് കുളിപ്പിക്കലോ കഫൻ ചെയ്യലോ നിസ്കാരോ ഒന്നും നടന്നിട്ടില്ല എന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ നിസ്കരിക്കാൻ കൽപ്പിക്കുന്നത്. റഷ്യക്കാരനായ ഒരു വിദ്യാർത്ഥി മദീന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങി പ്രബോധകനായി അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ എയർപോർട്ടിൽ ഇട്ട് അവർ എറിഞ്ഞു കൊന്നു. എങ്ങനെ കൊന്നു വ്യക്തമല്ല, എറിഞ്ഞു കൊന്നു റിപ്പോർട്ട് വന്നു. അന്ന് ഇബ്നു ബാസ് ശൈഖ് റഹിമഹുല്ലാഹ് ജീവിച്ചിരിക്കുന്ന കാലം. അവരുടെ സൗദി ഗവൺമെന്റാണ് ഇവരെ അയക്കുന്നത്. ആ സമയത്ത് ഈ വിവരം വന്നപ്പോ മാധ്യമങ്ങൾ ഈ വിവരം പുറത്തുവിട്ടപ്പോ ഇബ്നു ബാസ് ലോകത്തുള്ള സർവ്വ മുസ്ലിങ്ങളോടും ആ മരണപ്പെട്ട ആൾക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കാൻ കൽപ്പിച്ചു. എന്താ കാരണം? അവിടെ മയ്യിത്ത് നിസ്കാരം നടന്നു ഇല്ലെന്ന് ഉറപ്പില്ലെങ്കിൽ ഓക്കെ എല്ലാവർക്കും നിസ്കരിക്കാം. ഉറപ്പാണെങ്കിൽ പിന്നെ ഒന്നുകിൽ കബറിന്റെ അടുത്ത് അല്ലെങ്കിൽ പ്രാർത്ഥന. അതാണ് നല്ലത്. ഇനിയിപ്പോ ഒരു കൂട്ടം ചെറുപ്പക്കാർ വന്നിട്ട് ഞങ്ങൾ നിസ്കരിക്കാന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്നൊരു ക്ലാസ്സും കാര്യങ്ങളൊന്നും കൊടുക്കാതെ നമ്മൾ അവിടെ തടയേണ്ടതില്ല. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ശരിക്കും കൊടുത്തിട്ടാണ് ഒരു സംഗതിയുടെ വേണ്ടതും വേണ്ടാത്തതൊക്കെ തീരുമാനിക്കുന്നത്. ശരി, അതാണ് പറഞ്ഞ നിലക്കുള്ള മയ്യിത്ത് നിസ്കാരത്തിന്റെ അവസ്ഥ. ഇനി നമ്മൾ സഭയാവുമ്പോൾ പറഞ്ഞാൽ തസ്ബീഹ് നടത്തല് ചൊല്ലിക്കൊടുത്തിട്ട് ചൊല്ലലോ ഓരോരുത്തരും ചൊല്ലലോ? ഏതാണ് സുന്നത്ത്? ചൊല്ലിക്കൊടുക്കാതെ അവനൊരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി ചിലപ്പോൾ കിട്ടാത്തവർക്ക് വേണ്ടി 1, 2, 3 പ്രാവശ്യം ചൊല്ലിക്കൊടുത്താൽ പിന്നെ അങ്ങനെ കിട്ടി തുടങ്ങിയാൽ എല്ലാവരും കൂടി ചൊല്ലും. ചോദിക്കണം നിങ്ങളുടെ സഹോദരന് വേണ്ടി തസ്ബീഹിന്, മലക്കുകളുടെ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ശക്തി ഇദ്ദേഹത്തിന് ഈമാനികമായി ഉണ്ടാകാൻ തസ്ബീഹിനെ നിങ്ങൾ ചോദിക്കാം. പറയും അല്ലാഹുമ്മ സബിതുഹു ഇൻദ സുആൽ അല്ലാഹുമ്മ അൽഹിമുൽ ജവാബ് അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻ ജൻബൈഹി അല്ലാഹുമ്മഗ്ഫിർ ലഹു വറഹമുഹു അല്ലാഹുമ്മ ആമിനുഹു മിൻ കുല്ലിൽ ഫസാദ്. ചില റിപ്പോർട്ടിൽ അല്ലാഹുമ്മ സബിതുഹു ബിൽ ഖൗലി സാബിത്. ഇതെല്ലാം മയ്യിത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ശേഷി കൊടുക്കണേ, മയ്യിത്തിന്റെ ഖബറിനെ വിശാലാക്കണേ, കൂരിരുട്ടിൽ നിന്ന് പ്രകാശം നൽകണേ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. മയ്യിത്തിന്റെ കവർക്ക് ഇറക്കി വെക്കുമ്പോൾ തന്നെ മണ്ണിട്ടിന്റെ ശേഷം മണ്ണ് മൂടിന്റെ ശേഷം മയ്യിത്ത് കബറടക്കം കഴിഞ്ഞാൽ അപ്പൊ കല്ല് ഭയങ്കര പാൽക്കല്ല് വെച്ചു തുടങ്ങിയാല് പിടിമണ്ണ് വാരിടുന്ന സമയം മുതൽ ചൊല്ലാം. മയ്യിത്തിനാണ് മറക്കണം. ശരി, അല്ല
പൊരുത്തക്കേടുകൾ ഈ വിഷയത്തിൽ ഉണ്ടാകാം, ആയിക്കോട്ടെ. ഓരോ മാറ്റത്തിലും വ്യത്യാസം ഉണ്ടാവും. പറയാം, അതിലേക്ക് വരുന്നുണ്ട്, പറയാം. ഈ മയ്യിത്ത് വെക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ കവർ രീതിയിലാക്കുമ്പോൾ കുറച്ച് പ്രയാസമുണ്ട്. നടക്ക് നിൽക്കുന്ന ആൾക്ക് ബിസ്മില്ലാഹി അലാ മില്ലത്തി റസൂലില്ലാ എന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്നിട്ട് കാല് വെക്കുന്ന ഭാഗത്തിലൂടെ തല പൊള്ളിച്ചിട്ട് വെക്കാം. മനസ്സിലായില്ല? ശരി. മയ്യിത്തിന്റെ കവൾ നിലത്ത് ഒട്ടിക്കുന്ന രീതികൾ മഹല്ലത്തിലുണ്ടോ? അങ്ങനെ ചെയ്യുന്ന ചില സ്ഥലങ്ങളുണ്ട്. മണ്ണ് വെച്ചു. ഉമർ ഖത്താബ് അത് വേണമെന്ന് പറയുന്നു. ഹദീസിൽ അതിനൊരു രേഖയില്ല. അബൂബക്കർ സിദ്ദീഖാകട്ടെ ഉമർ ഖത്താബാകട്ടെ അവരൊക്കെ സ്വർഗം കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് ഉറപ്പ് നൽകിയ മഹാന്മാരായ വലിയ തഖ്വയുള്ള സഹാബത്ത്. പക്ഷെ തെളിവ് റസൂലുള്ളാഹിയാകുമ്പോൾ ഖൗലു സഹാബി ലൈസ ബിഹുജ്ജ, അത് ഹദീസല്ല. അപ്പൊ നമ്മൾ അങ്ങനെ ഒട്ടിച്ചു വെക്കേണ്ടതില്ല, മണ്ണ് വെക്കേണ്ടതില്ല. ഉമർ ഖത്താബിന്റെ തെളിവിന് ഹദീസിന്റെ പിൻബലമില്ല. ശരി. കെട്ടുക അയക്കണം, വേണ്ടത് അയക്കണം. അത് റസൂലുള്ള കെട്ടയക്കാൻ കൽപ്പിച്ചു സുന്നത്തിൽ. പിന്നെ അത് മുഖഭാഗം കിബിലക്ക് അഭിമുഖമായിട്ട് ലേശം ഒന്ന് ചെരിച്ച് കിടത്തിയാവണം. ശരി. ഞാൻ എന്തോ കാര്യം ആലോചിച്ചു. ആണെങ്കിൽ പ്രാർത്ഥനകളിൽ അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു വഅഫിഹി ഒക്കെ പ്രയോഗം. പെണ്ണാണെങ്കിൽ ഇഗ്ഫിർ ലഹാ വർഹംഹാ വഅഫിഹ. ഇങ്ങനെ ആണിനും പെണ്ണിനും വേർതിരിക്കേണ്ടതുണ്ടോ ഇല്ലയോ? ഇവിടെ മയ്യിത്ത് നിസ്കാരത്തിലും വരുന്നുണ്ട്, ശേഷമുള്ള തസ്ബീഹിലും ഈ രീതി വരുന്നുണ്ട്. തസ്ബീഹ് രീതി റസൂലുള്ളാഹിന്റെ രീതിയല്ല, നമ്മളെ പണ്ഡിതന്മാർ ഉണ്ടാക്കി വെച്ച രീതിയിലാണ്. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതി ചെയ്യാം. മറ്റേതിൽ പ്രാർത്ഥനാ രൂപത്തിലുള്ളതൊക്കെ തഅബ്ബുദിയാണ്, അതുകൊണ്ട് വല്ലതില്ല. ശരി. മയ്യിത്ത് എന്ന പദം ആണാണ് പെണ്ണാണ്. മയ്യിത്ത് എന്നുള്ള പദം ആണാണ്, ജനാസ എന്നുള്ള പദമാകുമ്പോൾ പെണ്ണാണ്. അപ്പൊ രണ്ടുപയോഗിച്ചാലും വിരോധമില്ല എന്നാണ് മറ്റൊരു പക്ഷം പണ്ഡിതന്മാർ പറയുന്നത്. മയ്യിത്ത് ആണിന്റെ മയ്യിത്താണോ പെണ്ണിന്റെ മയ്യിത്താണോ എന്ന് നിസ്കരിക്കാൻ വരുന്ന ഒരാൾക്ക് അറിയാൻ നിർബന്ധമുണ്ടോ? ഇല്ല. അപ്പൊ അയാൾ ഹൂ ആ എന്ന വ്യത്യാസം നോക്കേണ്ടതില്ല, എല്ലാറ്റിനും ഹൂ മതി. സ്വാഭാവികമായും പെണ്ണാകുമ്പോൾ തസ്ബീഹിൽ അല്ലാഹുമ്മ സബ്ബിത് ഹാന്ന് വന്നു പോകും. അറബി പഠിച്ച ആളുകൾക്ക് പ്രത്യേകിച്ച് അതിനെ എതിർക്കേണ്ടതില്ല. പക്ഷെ അത് തന്നെ ആകാവോ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആവണമെന്ന് ശരിക്കാൻ പാടില്ല. കാരണം ഈ കാര്യങ്ങളൊക്കെ ദീനിൽ പഠിപ്പിക്കപ്പെട്ടെടുത്ത് മയ്യിത്ത് നമസ്കാരത്തിന്റെ ദുആയിൽ ആണും പെണ്ണും വരുമെന്ന് അറിഞ്ഞിട്ട് പോലും റസൂലുള്ളാഹി ഇഗ്ഫിർ ലഹാ വർഹംഹാ എന്ന് ചൊല്ലിയില്ല മൂന്നാമത്തെ തക്ബീറിന്റെ ശേഷം. ശരി. പിന്നെ ഈ മറ പിടിക്കല്, പിന്നെ അതിൽ കമ്പ് കുത്തല്, ഇതൊക്കെ മീസാങ്കല്ല് കുത്തല്, മറ പിടിക്കല്, പിന്നെ കൊമ്പ് കുത്തല്. ചോദിക്കില്ലേ ഓരോന്നും? മറ പിടിക്കൽ അതിന്റെ ഉദ്ദേശം എന്താ? മയ്യിത്തിന് വെയിലോട് വെച്ചിട്ടാണോ? ചോദ്യത്തിന്റെ മറുപടി തരും. മയ്യിത്തിന് വെയിലോ തണുപ്പോ കൊള്ളുമെന്ന ഉദ്ദേശത്തോടാണെങ്കിൽ വിദ്യാർത്ഥ. ഇനി വല്ല പക്ഷികളോ മറ്റോ ശല്യം ചെയ്ത് അവിടെ മയ്യിത്തിന് ഈ ഏർപ്പാടുകൾ ചെയ്യുന്നവരുടെ മേലക്കോ തലക്കോ മയ്യിത്തിന്റെ കഫക്കുടയിലേക്കോ എന്തെങ്കിലും അശുദ്ധി വരുത്തുമെന്നാണെങ്കിൽ അതിന് വിരോധമല്ല. ഓക്കെ, അത്രയും മറന്നേ ഒപ്പുള്ളൂ. ഒരു വെയിലാണെങ്കിൽ തസ്ബീഹ് ചെല്ലണവന് കുറച്ചേരം കഴിയുമ്പോഴത്തേന് തളർന്ന് വീഴും. അപ്പൊ ഇനി എന്തെങ്കിലും പിടിച്ചിട്ടൊരു കുഴപ്പമില്ല. മഴക്കാലാണെങ്കിൽ ഇത് നടത്താൻ മഴ കൊണ്ടുകൊണ്ട് നിൽക്കാൻ ആളെ കിട്ടൂല, അതും ചെയ്യാം. അതൊക്കെ ദുനിയാവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഹദീസിൽ പറഞ്ഞത്. അതായത് പ്രത്യേകിച്ച് ഒരു അതാണ് മയ്യിത്തിന് തണുപ്പ് കൊള്ളാനും വെയിൽ കൊള്ളാതിരിക്കാനും അല്ലെങ്കിൽ വിദേഹത്തായി മാറും, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനാണ് അതിന് വിരോധമല്ല. ആൾക്കാർ ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പൊ തന്നെ പിടിച്ചോളി പിടിച്ചോളി എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് ആ ഉദ്ദേശത്തിന് തടയാൻ വിരോധമല്ല. മഴക്കാലാകുമ്പോ ഒരു കൈമ പോലെ എന്തെങ്കിലും കെട്ടാനുള്ള സൗകര്യം വേണ്ടി വരുന്ന തസ്ബീഹൊക്കെ നടത്താനോ പറ്റുള്ളൂ, അതിനൊന്നും വിരോധമല്ല. പക്ഷെ അതിന് ഗുണം ദോഷം മയ്യിത്തിന് കൊടുക്കരുത്. പിന്നെ കല്ല് ഒന്നോ രണ്ടോ വെക്കാം. ഉസ്മാൻ ബിൻ മുഹമ്മദിന്റെ മദീനയിലെ ആദ്യത്തെ മയ്യിത്ത് മറമാടിയപ്പോൾ നബി കല്ല് വെച്ചു. ആ കല്ല് നാട്ടിയതിലൂടെ എന്റെ സഹോദരന്റെ ഖബറാണെന്ന് എനിക്ക് മനസ്സിലാക്കാമല്ലോ. ഒരു കല്ല് മതി, രണ്ടായാലും വിരോധം. നമുക്ക് ഖബറിന്റെ ഏതാണ്ട് അടയാളങ്ങൾ കിട്ടിപ്പോകുന്നു. ഒരു തല അടുപ്പിച്ച് വന്ന് ഇത് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾക്ക്
വിളിച്ച് കൊണ്ടുവരും. ഓ ഇഖ്ലാസോടെ ചെയ്യാം, പാവം വിചാരിച്ചാ ചെയ്യുന്നത്. റസൂലുള്ള ഒരു കബറിൽ ചെടി കുത്തിയിട്ടില്ല. 2 കബറിൽ ഈത്തപ്പന പട്ട ചീന്തി കുത്താൻ കൽപ്പിച്ചത് കബറിന്റെ അരിയിലൂടെ നടന്നു പോകുമ്പോൾ നബി കൽപ്പിച്ച റിപ്പോർട്ട് ബുഖാരിയാണ്. അവിടെ പ്രത്യേകം അദാബ് നടക്കുന്നു ആ 2 കബറുകളിൽ നിന്ന് വിവരം നബിക്ക് ജിബ്രീൽ മുഖേന കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അത് കുത്തമാണ്. നബി പറഞ്ഞത് ഈ പച്ചപ്പ് മാറുന്നവരെ കുറച്ച് സമയമെങ്കിലും അവർക്ക് ശിക്ഷയും ഇളവ് കിട്ടട്ടെ എന്ന നിലക്ക് വഹീന്റെ അടിസ്ഥാനത്തിലാണ്. അതല്ലാതെ പ്രവാചകന്റെ കാലത്ത് ഒരുപാട് മയ്യിത്തുകൾ മരണപ്പെട്ടു. ഒരൊറ്റ ഒന്നിനും നബി കൊമ്പ് കുത്താൻ പാടില്ല. ഈ പറയപ്പെട്ടവർക്ക് കൊമ്പ് കുത്തിയത് തന്നെ മയ്യിത്ത് കബറടക്കുമ്പോഴല്ല, പിന്നീട് ശേഷം നബി നടന്നു പോകുമ്പോഴാണ്. ശരി, നിങ്ങൾ ചെടിക്ക് പായരുത്. വാപ്പ മകനോട് കുടുംബത്തോട് പറയണം, അങ്ങനെ നടത്തുന്ന ആളാണെങ്കിൽ എന്റെ കബറിൽ കുത്തരുത്. നമ്മളെ വിശ്വാസം എവിടെത്തിയ നിങ്ങള് ഈ ചെടി നന്നായി വളർന്നാൽ മൂപ്പര് സുഖത്തിലാണ്, സുഖത്തിലാണ്. ഈ ചെടിയായി ഉണങ്ങിപ്പോയാലോ മൂപ്പര കാര്യം കട്ട പോലെ. 2 ഇസ്ലാമിന്റെ തെളിവല്ല, അന്ധവിശ്വാസമാണ് ആചാരം. മഴക്കാലത്താണ് അനുയോജ്യമായ കാലാവസ്ഥയാണോ ചെടി നന്നായി വളരും എന്നാണെങ്കിൽ, വേനൽക്കാലമാണോ ചെടി ഉണങ്ങിപ്പോ. ഇത് ദുനിയാവുമായി ബന്ധപ്പെട്ടതാണ്. റസൂലുള്ള പറഞ്ഞ വകുപ്പ് അത് അജഗജാന്തരമാണ്. വെട്ടി നല്ല ക്ലിയറായി കിടക്കണം. കബറിന് പ്രാർത്ഥിക്കാൻ പറ്റാവുന്ന രീതിയിൽ വെളിവാക്കണം. കബർക്ക് അങ്ങനെ പോകാൻ തന്നെ പേടിയാവില്ല. അപ്പൊ അതൊക്കെ ആ രീതി തന്നെ ചെടി കുത്തരുത് കൊണ്ടുവരണം. കല്ല് എഴുതി വെക്കരുത്. ബോർഡ് 2024 സഫർ മാസം അല്ലെങ്കിൽ ഇത്ര മാസം മരിച്ചു എന്നൊക്കെ എഴുതി വെക്കുന്നു. എഴുതി വെക്കാൻ പാടില്ല, പേര് വെക്കാൻ പാടില്ല. കരിങ്കല്ലിന്റെ അത് കരിങ്കൽ സംഗതിക്ക് നല്ല വരുമാനം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അല്ലാത്ത ഇവന്റെ ഇതിന്റെ പുറമെ ഇപ്പൊ മീസാങ്കല്ലിന്റെ വില 700-800 മുതലാണ്. അപ്പൊ ഓന്റെ മനസ്സിലുണ്ടാവും നന്നാലാണ് ദിവസേന മരിച്ചാൽ ഇങ്ങനെ കുത്തിവെക്കുന്നതാണെങ്കിൽ. അതിനകത്ത് ഒരു വകുപ്പില്ല. ഹദീസ് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല. വക്കീലെ കബറുകൾ പരിശോധിക്കുക, എവിടെയെങ്കിലും പേരെഴുതി വെച്ചിട്ടുണ്ടോ. എന്നിട്ട് പിൽക്കാലത്ത് ഈ ഭൂമി വീണ്ടും കബറാക്കി മാറ്റാൻ ഈ ബോർഡുകൾ തടസ്സം കൊടുക്കുന്ന കാലം. നമുക്ക് ഭൂമി അങ്ങനെ കിട്ടണമെന്നില്ല. അപ്പൊ അതൊക്കെ ഇസ്ലാമിലില്ലാത്ത സംഘങ്ങൾ ചെയ്ത് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് നമുക്ക് പിന്നീട് ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട എല്ലാം പറഞ്ഞപ്പോ ഈ ചോദ്യം കഴിഞ്ഞ കബറായിട്ട് 2 കല്ല് കുത്താൻ ഇവിടെ ഈ പള്ളിയുടെ പറയില് ഒരു വ്യക്തി സമ്മതിച്ചില്ല. ഒന്ന് മതിയാണ് സുന്നത്തിനോടുള്ള താല്പര്യം. നബി 2 കുത്തിയിട്ടില്ല, നബി 1 കുത്തിയിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഇതൊക്കെ സ്ഥലവും ഇതൊക്കെ കൃത്യമായി അടയാളപ്പെടുത്താനാണ്. വസിയത്ത് ഉണ്ടെങ്കിൽ കുത്താതെക്കണമെന്നല്ല. കാരണം ദീനിലാണ് വസിയത്ത്. നബി ചെയ്തതനുസരിച്ചാണ് പറഞ്ഞത്, കുത്താതിരിക്കണം. അത്രയും ദീനിനെ കുറിച്ച് ആ കാര്യം പഠിച്ചിട്ടാവും ഒരു പക്ഷെ വസിയത്ത് ചെയ്തിട്ടുണ്ടാവും. അള്ളാഹുവാണ്. ഇനി മറ്റൊരു കാര്യം കൂടെ, സമയം 8:30 നിസ്കാരം പറഞ്ഞ വാക്ക് ഒരു മാറ്റം വരുത്താൻ പാടില്ല. അതിന് വലിയ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. 8:30 ആകുമ്പോൾ 5 ജൂലി നിസ്കരിച്ചിട്ട് വരുത്താം അല്ലെ, ഒതുകൊടുക്കണ്ട. അത് 8:30 എല്ലാവർക്കും ഒതുണ്ടാവില്ലല്ലോ. ശരി, അപ്പൊ ഇത് അവസാന അവസരം കേട്ടോളൂ. തസ്ബീഹിന്റെ സമയം ആരാണ് നിശ്ചയിച്ചത്? ഇപ്പൊ സാധാരണ നിൽക്കും മയ്യിത്ത് നിസ്കരിക്കാൻ എത്ര ടൈമാണ് പറയൂ. എത്ര നല്ല ഉഷാറായി ഇമാം ഓടിക്കൂടെ? എത്ര മിനിറ്റ്? 12-13 മിനിറ്റ് പിടിക്കും. വരില്ല. നിങ്ങളുടെ നാട്ടില് പ്രത്യേകത ഉണ്ടാവും. ശരി, 3, 4, 5, 6 ഇതൊക്കെ മകനെ നിർത്തുകയും ഓരോരു വിവരമില്ലാതെ പഠിച്ചിട്ടില്ലെങ്കിൽ പേടിച്ചിട്ടുവാണെങ്കിൽ ചിലപ്പോൾ 3 മിനിറ്റ് 4 മിനിറ്റ്, നല്ല പഠിച്ച ആളൊക്കെ 5 മിനിറ്റ് 6 മിനിറ്റ്. ഈ മകനെ നിർത്തുന്ന മസേല അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം. അതിന്റെ മസേല കുറച്ച് പറയാനുണ്ട്. മരിക്കുമ്പത്തിന് മകനെ നിർത്തുക, അതിന്റെ വകുപ്പ് പറയാനുണ്ട്. പഠിച്ചിട്ടില്ലെങ്കിൽ നിർത്താൻ പാടില്ല. ഓക്കെ, അത് തുടങ്ങണം. തസ്ബീഹിന്റെ സമയം മയ്യിത്ത് നിസ്കാരത്തിന്റെ സമയം 5 മിനിറ്റ് ആണെങ്കിൽ തസ്ബീഹിന്റെ സമയത്തിന് അറിയോ മിനിമം ആടക്കുന്ന സമയം, ഒട്ടകത്തിന് ഇറക്കുന്ന സമയം, ഇനി എന്തെങ്കിലും ശരി ടൈം വെച്ച് ക്ലോക്കിൽ വകുപ്പിന് പറ്റി പറയുകയാണെങ്കിൽ എത്ര ഉണ്ടാവും? അതുകൊണ്ടാണ് ആള് പൗതി മുക്കാലും കൂടാത്തത്. നിങ്ങൾ 4 മിനിറ്റിന്റെ ഉള്ളിൽ തസ്ബീഹ് മണ്ണുവാരിട്ട് പോകാൻ വെച്ചോളി, 99% ഉണ്ടാവും. 2 ഖിറാഅത്ത് കിട്ടുമെന്ന് എനിക്കറിയാം. വലിയ അളവ് കൂലി ജബലൈൻ അദീമൈൻ
മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് പോരുന്നവന് കിട്ടുന്നത് ഒരു ഖിറാത്ത്. മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് കഫൻ ചെയ്ത് മയ്യത്ത് നിസ്കാരം ദഫൻ ചെയ്ത് കബറടക്കത്തിന് ശേഷം ഈ തസ്ബീഹ് നടത്തി പോരുന്നവന് 2 ഖിറാത്ത്. ഓരോ ഖിറാത്തും വലിയ 2 മല, ഒരു മല കണക്കിന് കൂലി അളവ്. അപ്പൊ രണ്ടാമത്തെ വെറുതെ വാങ്ങിക്കാൻ നോക്കിയാണോ? മലയോ അങ്ങനെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. മല വലിയ മല നമ്മളൊക്കെ പോകുമ്പോ ഈ മയ്യത്ത് പറഞ്ഞു തീർന്നില്ല. ജനിതി ചോദ്യം വന്നാൽ നിങ്ങൾക്ക് കിട്ടാനുള്ളത് പോകും. അപ്പോ അങ്ങനെ വലിയ കൂലി കിട്ടുന്ന പറഞ്ഞ സംഗതിക്ക് എന്താണ് 90% ആൾ നിൽക്കാത്തതാണ് ഞാൻ ചോദിക്കുന്നത്. ഉഴുതുമല വേണ്ടായിട്ടാണ് സമയം കൂടിയിട്ടാണ്. ഇനി വേറൊന്ന്, ഈ സമയം നിശ്ചയിച്ചത് ആരാ? ഞമ്മളാ, റസൂലുള്ളാഹി. ഒട്ടകത്തെ അപ്പുറത്താലും ആളിനെ ചുരുക്കിക്കളി ഒട്ടകത്തിനാക്കിക്കളി. അത് അംറുൽ ആസ് എന്ന് പറഞ്ഞ സാഹിബിന്റെ വാക്ക്, ഹദീസല്ല. നേരത്തെ ഞാൻ പറഞ്ഞു മുഹത്താബ് കവളൊട്ടിക്കാന്ന് പറഞ്ഞു, ഹദീസല്ല, നമ്മൾ സ്വീകരിക്കുന്നില്ല. അംറുൽ ആസിന്റെ വാക്കും സ്വീകരിക്കേണ്ടതില്ല. കാരണം കൗലു സഹാബി ലൈസ ബിഹുജ്ജ. ശരി, ബന്ധപ്പെട്ട മയ്യത്തിന്റെ അവകാശികൾ അവസാനത്തേതല്ലേ എന്നുള്ള നിലയ്ക്ക് അവര് എത്ര മണിക്കൂർ നിൽക്കാം അല്ലേ? അതാണ് അവസരം. ബന്ധപ്പെട്ടവർക്കായിട്ട് ഒരു നിയമമുണ്ടെങ്കിൽ റസൂലുള്ളാഹി കാണിച്ചിട്ടുണ്ട്. സ്വർഗ്ഗവുമായി അടുപ്പിക്കുന്ന എല്ലാ സംഗതികളും നരകത്തിൽ നിന്ന് അകറ്റുന്ന എല്ലാ സംഗതികളും നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടാണ് അല്യവുമാക്കുമെന്ന് വിശദീകരിച്ച് നബി പോയത്. ഇവിടെ അരമണിക്കൂർ വരുന്ന നബി ബോധപൂർവ്വം ഒഴിവാക്കിയതാണോ? അപ്പൊ അങ്ങനെ പോകരുത്. അവസാനല്ലേ അപ്പൊ റസൂലുള്ളാഹിക്ക് തോന്നിയില്ലേ? ഞാൻ പറയുന്നത് നമ്മൾ സലഫിയാണ്, തൗഹീദ് ആദർശം ഉൾക്കൊണ്ടവരാണ്. മാറിയവർക്ക് അത് പറയാം, അത് നല്ലതല്ല, ഇത് നല്ലതല്ല, അങ്ങനെ ചെയ്തൂടെ, അതിന് നമ്മൾ നിൽക്കണം, ദീനത്തിന് വേണം. അങ്ങനെയാണ് നമ്മളെ താവഴികളായി തലമുറകളായി വന്നത്. പക്ഷെ ഹദീസല്ല. ഒട്ടകത്തിനകത്ത് അതിന്റെ ജീവൻ പോയി തൊലി കീച്ചി മാംസം തുണ്ടു തുണ്ടായി വിതരണം ചെയ്യുന്നത് വരെ ഏകദേശം 1/4 മണിക്കൂർ അംറുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മകനോട് ഞാൻ മരിച്ചാൽ എന്റെ കബറിന്റെ അടുത്ത് മോനെ ഇങ്ങനെ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതാണ്. അതാണ് റസൂലുള്ളാഹിന്റെ വാക്കിത്രേ ഉള്ളൂ. ഇസ്അലുഹു തസ്ബീഹ് ഫഇന്നഹു ആന യുസ്അൽ. അപ്പോൾ തസ്ബീഹിനെ ചോദിക്കണം. ഒരാൾക്ക് കോഴിക്കോട് പോകണം, ഒരാൾക്ക് പാലക്കാട് പോകണം. 3 പിടി മണ്ണ് വാരിടുന്നു. പോണം. വേറെ ഒരാള് 2-3 മിനിറ്റ് നിൽക്കുന്നു, പോണം. ഇങ്ങനെ അല്ലാതെ ഈ ആളുകളെ പിടിച്ചു നിർത്തിയിട്ട് ചിലർ മനസ്സിലെന്താവും ഞാൻ പറഞ്ഞുതരാം, ഉറപ്പിക്കല്ല. ഒന്ന് നിന്ന് കിട്ടിയാൽ എത്ര നേരം പൊരി വെയിലാക്കണം. കാരണം കുറെ കൂടി തരാൻ ആളുണ്ടാവില്ല. ഈ കർട്ടന്മാർ പോകും, പിന്നെ കർട്ടൻ പോവുക, അതോടുകൂടി നമ്മളെ കട ഓഫീസ് പോയാ ഇത് മൂന്നേ കബറടക്കം കഴിഞ്ഞാൽ കബറ് മുകളിൽ പിടിച്ച് വീഴി പോയി, പിന്നെ പൊരി വയ്യ. ശരി, ഒന്ന് നിന്ന് കിട്ടിയത്. അങ്ങനെ മടുപ്പിക്കുന്ന ഇബാദത്ത് ഇസ്ലാമിലില്ല. ശരി, 3 പിടി മണ്ണ് വാരിയിടണം. എന്നിട്ട് നിങ്ങൾ കോഴിക്കോടുകാരനോട് വരാം. ഇത് മാറുന്ന സമയത്ത് അതിനൊരു രേഖയില്ല. ചെല്ലി മേലാറ്റല്ലേ പറഞ്ഞിട്ടുണ്ടല്ലോ. നിൽക്കാതെ നോമ്പ് ഒന്നും ഉണ്ടാവില്ല. അതിനാണ് വന്നിട്ട് വലിയ തത്വീത. അതുപോലെ മോന് കണ്ടാലോ ഇയാള് മരിച്ചതിലുള്ള എല്ലാ ദുഃഖവും അത് കയറ്റിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഒരടിസ്ഥാനം മൗതുവായ റിപ്പോർട്ടാണ്. ഒന്നും ആദ്യം പറഞ്ഞ ബിസ്മില്ലാഹി അലാ മില്ലത്തി റസൂലില്ലാഹി പറഞ്ഞു. അത് സുന്നത്താണ്. പറഞ്ഞതാ 3 പിടി വരും. അങ്ങനെ പറഞ്ഞു പോണ്. ഞാൻ പോയിട്ട് എന്റെ നാട്ടിൽ എതിർത്തിട്ടാ അപ്പൊ കുടുങ്ങിയത്. ചിലർക്ക് സുന്നത്തനുസരിച്ച് ജീവിക്കാൻ ഈ നാട്ടുകാരാക്കൂല, നമ്മൾ ആൾക്കാരാണില്ല. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്, അവിടുത്തെ മൊഴിയിൽ അങ്ങനെ നിന്നിട്ട് ഈ പറയുന്ന സെൽഫി മൂല്യന്മാരെന്നെ അത് കഴിഞ്ഞിട്ട് അത് അവസാനിപ്പിക്കാൻ ഒരു കൂട്ട് കൊടുക്കാൻ എടുത്തു വിദേഹത്തിന്റെ കൊട്ട അവിടെ എത്ര വേണ്ടു തസ്ബീഹ് നടത്തുന്നു. 1, 2, 3, 4, 5, 6, 8, 10 മിനിറ്റ് ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് 3 പിടി കൊണ്ടുവരുന്നു പോകുന്നു. അതില്ല, അതുപോലെ ഇപ്പൊ മാറ്റിയതുകൊണ്ട് നമ്മൾ പറയേണ്ടതില്ല.
പൂച്ചക്കണ്ണന്മാരും തടിയന്മാരും മല്ലന്മാരും വീരന്മാരുമായിട്ടുള്ള 2 മലായിക്കത്തുകൾ വന്നുകൊണ്ട് നിന്റെ റബ്ബേതാണ്, നിന്റെ ദീനേതാണ് എന്നൊക്കെ ചോദിച്ചാൽ റബ്ബയാണ്, ദീൻ ഇസ്ലാമാണ്, ഇമാം ഖുർആനാണെന്നൊക്കെ പറയണം, നബിയാണെന്ന് പറയണമെന്ന് പഠിപ്പിക്കുന്ന തെർക്കീന് വിദാത്താന ഹദീസിൽ ഒരു രേഖയുമില്ല. അതുകൊണ്ട് അതിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത് തസ്ബീഹാണുള്ളത്. അതിൽ പറഞ്ഞ കോലത്തിലായാൽ മതി. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ആളുകൾ നിങ്ങളൊന്നും പറയില്ലെങ്കിൽ 99% മയ്യത്തിന് മണ്ണ് വാരിണ്ടാവും. ശരി, അവിടെ നോട്ടെ. ഈ ഒരുമിച്ച് കൂടുതൽ സ്വാലിഹായ കർമ്മമായി അള്ളാഹു സ്വീകരിക്കുവാനാണ്. പല തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പകരം കൊണ്ട് അത് നമുക്ക് പൊരുത്തത്തിൽ മാറാവട്ടെ. ദീനി കാര്യങ്ങൾ പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും പകർത്തിയ കാര്യങ്ങൾ സഹായിക്കാൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള ഇസ്സത്ത് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിലെ രോഗികളായിട്ടുള്ള മുഴുവൻ രോഗികളുടെയും എല്ലാ അസുഖങ്ങളും അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയിട്ടുള്ളവർക്കും നമുക്കും അവൻ നാളെ പരലോകത്ത് സ്വർഗം നൽകി കുടുംബസമേതം ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും.